നമ്മളിപ്പം ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ അനന്തപുരി CME ഉദ്ദേശിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പെരിഫറിയിലുള്ള OP ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ മാസം ഒരു OPയിൽ 50 കുട്ടികളെ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഈ മാസം നമ്മൾ 100 പിള്ളേരെ വെച്ച് കാണുന്നുണ്ട്. ആ ഒരു ഡെഫിനറ്റ് ഇൻക്രീസ് എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എല്ലാ വർഷവും ഉള്ളത് തന്നെയാണ്. ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും മഴ വരുന്നു. മഴ വരുമ്പോഴത്തേക്കും കുട്ടികൾക്കായാലും അഡൾട്ട് ജനറൽ OPയിലായാലും അസുഖങ്ങളുടെ എണ്ണം ഡെഫിനറ്റ്ലി കൂടും. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് വരുന്ന ചില അസുഖങ്ങൾ ഉണ്ട്. അത് തന്നെ ഇപ്പൊ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടി വന്നത് ഇടയ്ക്ക് 2-3 ഡെത്ത് വന്നു. അപ്പൊ ആൾക്കാരുടെ ഇടയിൽ കുറച്ച് പേടിയും കൂടെ വന്നു. സ്ക്രബ് ടൈഫസ് ഡെത്ത് വന്നല്ലോ കഴിഞ്ഞ ഈ ജൂണിൽ തന്നെ നമുക്ക് 2 ഡെത്ത് ഉണ്ടായി. അപ്പൊ നമ്പർ ഓഫ് OP നമുക്ക് കുറെ കൂടിയ സാഹചര്യത്തിൽ അതിനകത്ത് ഡെഫിനറ്റ്ലി കുറെയൊക്കെ നമ്മുടെ ഫ്ലൂ ലൈക്ക് അല്ലെങ്കിൽ H1N1 ഫ്ലൂ ലൈക്ക് ഡിസീസ് ആണ്. അതിനകത്ത് കുറച്ചെന്നല്ല ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് കോവിഡും കാണും. അത് കൂടാതെ നമുക്കിപ്പം കഴിഞ്ഞ വർഷത്തെ പോലെ മഴക്കാലം ആയപ്പോഴത്തേക്കും ഡെങ്കിയുടെ നമ്പർ കൂടി വരുന്നുണ്ട്. ലെപ്റ്റോസ്പൈറ, സ്ക്രബ് ടൈഫസ് അങ്ങനത്തെ അസുഖങ്ങൾ വരുന്നുണ്ട്. കുറെ കുട്ടികൾ OPയിൽ ക്യൂ നിൽക്കെ തന്നെ തലകറങ്ങി വീഴുന്നു. അഡൾട്ടിലും ഉണ്ടായിരിക്കും നല്ല തീവ്രമായ പനി. അപ്പൊ അങ്ങനെ ഒരു കേസുകൾ നന്നായിട്ട് കൂടി വന്ന സാഹചര്യത്തിൽ ഈ ടോപ്പിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക് നമ്മൾ ഫ്ലൂ ടച്ച് ചെയ്യുന്നില്ല, കോവിഡും ടച്ച് ചെയ്യുന്നില്ല. അതിനെപ്പറ്റി നമ്മൾ പല ക്ലാസ്സുകൾ ഇതിനു മുമ്പും അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ ടച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് VLCC, ഡെങ്കിയും സ്ക്രബ് ടൈഫസും മാത്രമാണ്. അപ്പൊ അതിനെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എപ്പിഡമിയോളജി പാർട്ട് പറയാനായിട്ട് നമുക്ക് എപ്പിഡമിയോളജിയിൽ കുറച്ചും കൂടെ നല്ല വിവരമുള്ള നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന സരിത മാഡം, ഡെപ്യൂട്ടി ഡയറക്ടറും സൂപ്രണ്ട് GH ആലപ്പുഴ മാഡം നമുക്ക് ആദ്യം കുറച്ച് എപ്പിഡമിയോളജി ഈ 3 ഡിസീസസിനെ പറ്റിയിട്ടുള്ള എപ്പിഡമിയോളജിക്കൽ ആസ്പെക്ട് ആദ്യം മാഡം പറയും. അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലിനിക്കൽ ആസ്പെക്ട്സും മാനേജ്മെന്റും അഡൾട്ട് ആസ്പെക്ട് ശ്രീജിത്ത് സാറ് ജനറൽ മെഡിസിനിലെ JC ആണ്, ഇവിടുത്തെ GH തിരുവനന്തപുരം. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് ഞാൻ പീഡിയാട്രിക് ആസ്പെക്ട് ഈ 3 അസുഖങ്ങളുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സും മാനേജ്മെന്റ് പീഡിയാട്രിക് ആസ്പെക്ട്. അപ്പൊ ആദ്യം നമുക്ക് എപ്പിഡമിയോളജിക്കൽ ആസ്പെക്ട്സ് പഠിക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം സരിത മാഡത്തിനെ ഇൻവൈറ്റ് ചെയ്തോളൂ. മാഡം ഈവനിങ് ഓൾ. ഇന്നത്തെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഇന്നത്തെ ഈ അനന്തപുരി CME സീരീസിലെ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തതിന് ആദ്യം തന്നെ KGMOയും IAPയും അഭിനന്ദിക്കുകയാണ്. കാരണം ഡോക്ടർ സിമി പറഞ്ഞ പോലെ ഈ ഒരു സീസണിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട 3 അസുഖങ്ങളാണ് ഡെങ്കു, ലെപ്റ്റോ ആൻഡ് സ്ക്രബ് ടൈഫസ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ശരിക്കും ഒരു പറയുകയാണെങ്കിൽ ഓരോ ദിവസം പറയാനുണ്ട്. പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ബ്രീഫ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ചില പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ മിസ് ചെയ്തു പോകാം. എന്താണേലും എന്തുകൊണ്ടായിരിക്കാം ഈ 3 ഡിസീസ് നമ്മൾ ഒരുമിച്ച് തന്നെ പറയുന്നത്? ഒന്ന്, ഈ 3 ഡിസീസിന് ഒരു സീസണൽ ഉണ്ട്. നമ്മുടെ പറഞ്ഞ കണക്ക് ഈ ഒരു സീസണിൽ കാണുന്ന ഡിസീസസ് ആണ്. മൺസൂൺ ആൻഡ് പോസ്റ്റ് മൺസൂൺ സീസണൽ കാണപ്പെടുന്ന ഡിസീസസ് ആണ്. ഓൾ ദീസ് 3 present as ഫീവർ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് അതിലെ ഫെയില്യൂർ ഓഫ് ഏർലി ഡയഗ്നോസിസ് ഇറ്റ്സ് അസോസിയേറ്റ് വിത്ത് സിഗ്നിഫിക്കന്റ് മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി. പലപ്പോഴും ഈ നമ്മുടെ തിരക്കേറിയ OPകൾ പലപ്പോഴും ഏർലി ഡയഗ്നോസിസ് പലപ്പോഴും മിസ് ചെയ്യാനും അതുവഴി സിഗ്നിഫിക്കന്റ് മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റിക്കും ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 3 നമ്മളൊരു ഏർലി സ്റ്റേജ് നമുക്കത് പ്രിവെന്റബിൾ ആണ്. മോസ്കിറ്റോ കൺട്രോൾ അതുപോലെ ഡോക്സി പ്രോഫിലാക്സിസ് ഒക്കെ വെച്ച് പ്രിവെന്റബിൾ ആണ്. അതുപോലെ ഏർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് മോർബിഡിറ്റി മോർട്ടാലിറ്റി കുറയ്ക്കാനും പറ്റും. അപ്പൊ അങ്ങനത്തെ നമുക്ക് മിസ് ചെയ്യാൻ സാധ്യതയുള്ളതും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതുമായ 3 ഡിസീസസ് ആണ്. ആൻഡ് ഹൗ ഡു ദേ ഡിഫർ? നമുക്ക് അറിയുന്ന നമ്മുടെ ഓർമ്മ ഒന്ന് പുതുക്കാം. ഡെങ്കു ഫീവർ എന്ന് പറയുമ്പോൾ അതൊരു മൊസ്കിറ്റോ ബോൺ വൈറൽ ഡിസീസ് ആണ്. ഒരു കൊതുകുജന്യ രോഗമാണ് ഡെങ്കു ഫീവർ. അറ്റ് ദ സെയിം ടൈം ലെപ്റ്റോസ്പൈറോസിസും സ്ക്രബ് ടൈഫസും അനിമൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിസീസസ് ആണ്. അതിലെ അനിമൽസിൽ നിന്നാണെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ലെപ്റ്റോസ്പൈറോസിസ് അനിമൽസിന്റെ യൂറിൻ ഓർ ഫീസസ്
അതിലൊന്ന് അതിന്റെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വഴി നമുക്ക് കിട്ടുന്നു. പക്ഷെ സ്ക്രബ് ടൈഫസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൂണോട്ടിക് ഡിസീസ്. ഇറ്റ്സ് എ ടിപ്പിക്കൽ സൂണോട്ടിക് ഡിസീസ്. എന്താണ് സൂണോട്ടിക് ഡിസീസ്? സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുമ്പോൾ വെർട്ടിബ്രേറ്റ് അനിമൽസിൽ നിന്ന് ഒരു ഇന്റർമീഡിയറ്റ് ഒരു വെക്ടർ കൂടെ ഉണ്ടാവും. വെക്ടർ എന്ന് പറയുമ്പോൾ ആർത്രോപോഡ് വെക്ടർ വഴി നമുക്ക് കിട്ടുന്ന ഡിസീസ് ആണ് സ്ക്രബ് ടൈഫസ്. ഈ ടിക്സ്, ഹാർഡ് ടിക്സ്, സോഫ്റ്റ് ടിക്ക്, അതുപോലെ പ്ലേഗിലെ ഫ്ലീസ്, അത് കണക്ക് നമ്മുടെ സ്ക്രബ് ടൈഫസിന് മൈറ്റ് ആണ് അതിന്റെ ഒരു വെക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ അനിമൽസിൽ നിന്ന് ഒരു കാരിയർ വെക്ടർ, ഒരു വെക്ടർ വഴിയാണ് നമുക്ക് ഈ ഡിസീസ് ഹ്യൂമൻ ബീയിങ്സിന് കിട്ടുന്നത്. അതാണ് സ്ക്രബ് ടൈഫസ്. ആദ്യം ഡെങ്കു ഫീവറിലോട്ട് വരാം. ഡെങ്കു ഫീവർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ മോസ്റ്റ് റാപ്പിഡ്ലി സ്പ്രെഡിങ് മോസ്കിറ്റോ ബോൺ വൈറൽ ഡിസീസ് ആണ്. കഴിഞ്ഞ ഒരു 5 decades ആയിട്ട് ഒരു 30-fold ഇൻക്രീസ് ഗ്ലോബൽ ഇൻസിഡൻസിൽ കാണുന്നുണ്ട്. ഈ വേൾഡിലെ തന്നെ കേസസിൽ 70% കേസസും നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിലും വെസ്റ്റേൺ പസഫിക് റീജിയനിലും ആണ് കാണുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് തന്നെയാണ്. മോസ്കിറ്റോ ബ്രീഡിങ്ങിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിലെ 10 countries ഔട്ട് ഓഫ് ദ 10 countries 11 countries 10 countries ആർ എൻഡമിക് ഫോർ ഡെങ്കു. എൻഡമിക് എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ഡെങ്കു സ്ഥിരമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്, കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു എക്സെപ്ഷൻ ഉള്ളത് കൊറിയയാണ്. കൊറിയയിൽ ഇമ്പോർട്ടഡ് കേസസ് ഒക്കെ വരുന്നുള്ളൂ. ബാക്കിയുള്ള 10 രാജ്യങ്ങളിലും ഇത് എൻഡമിക് ആണ്. ഇന്ത്യയിൽ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തമിഴ്നാട്ടിലെ വെല്ലൂർ ഡിസ്ട്രിക്റ്റിലായിരുന്നു 1956. അതിനു മുമ്പ് നമ്മൾ അത്ര അങ്ങനെ കേട്ടിട്ടില്ല, ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് കേസ് വരുന്നത് 1956 ആണ്. ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സും ഒരു 2020 വരെ നമ്മുടെ ലക്ഷദ്വീപ് ഒഴികെ എല്ലാ സ്റ്റേറ്റ്സും ആയിരുന്നു. പക്ഷെ ഇപ്പൊ 21 ആയപ്പോ ലക്ഷദ്വീപിലും ഒരു കേസ് വന്നു. ഇപ്പൊ 22-ൽ ഈ ഒരു 6 months-നിടയിൽ 6 കേസ് ആയി കഴിഞ്ഞു. അപ്പൊ ലക്ഷദ്വീപും ഉൾപ്പെടെ എല്ലാ സ്റ്റേറ്റ്സും ഇപ്പൊ അഫക്റ്റഡ് ആണ്. ഈ ഡിസീസിന് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സീസണൽ പാറ്റേൺ ഉണ്ട്. ജൂലൈ ടു നവംബർ ആ ഒരു സീസണിൽ അതിന്റെ പീക്ക് വരുന്ന ആ ഒരു സീസണിലാണ്. കേരളത്തിലെ ഒരു സിനേറിയോ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ എൻഡമിക് എന്ന് പറയുമ്പോൾ ഇവിടെ കോൺസ്റ്റന്റ്ലി പ്രസന്റ് ആണ്. അപ്പൊ ഒരു 2500, 3400 ആ ഒരു 2000 to 4000 കേസസ് എല്ലാ വർഷവും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇടയ്ക്കൊക്കെ ഒരു എപ്പിഡമിക്, അതായത് ഒരു ഔട്ട് ബ്രേക്ക് വരാറുണ്ട്. അങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് 2017-ൽ വന്നിരുന്നു. ആ വർഷം നമുക്ക് 21,000 കേസസ് ഉണ്ടായിരുന്നു. 21,993 കേസസും 165 ഡെത്ത്സും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് വന്നിട്ടില്ല. ഇപ്പൊ അതിങ്ങനെ എല്ലാ വർഷവും ഏതാണ്ട് ഒരു 4,000 കേസസ് to 3,000 to 4,000 കേസസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ ഇപ്പൊ ഈ ഇന്ന് വരെ, അതായത് 23rd June വരെ നമ്മുടെ DHSന്റെ ആ ഒരു സൈറ്റിലെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 1,375 കേസസും അതിൽ തന്നെ 6 ഡെത്ത് ഈ വർഷം തന്നെ നമുക്ക് വന്നു കഴിഞ്ഞു. അതിന്റെ ഒരു ഡിസ്ട്രിക്ട് വൈസ് അനാലിസിസ് ഈ വർഷം ഇപ്പൊ നമുക്ക് 6 months ആകാത്തതുകൊണ്ട് അത് 2021-ലാണ് എടുത്തേക്കുന്നത്. 21-ല് നമ്മൾ നോക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എറണാകുളം ഡിസ്ട്രിക്റ്റിലായിരുന്നു. 945 കേസസ് ഉണ്ടായിരുന്നു. രണ്ടാമത് ട്രിവാൻഡ്രവും പിന്നെ കാസർഗോഡും ആയിരുന്നു കേസസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2021-ല്. മിക്കവാറും എല്ലാ വർഷവും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. അത് സീസണൽ വേരിയേഷൻ നോക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു മൺസൂൺ സീസണിൽ തന്നെയാണ്. ജൂണിലെ 508-ഉം ജൂലൈയിൽ 938 കേസസും കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടത്. നമുക്കറിയാം എപ്പിഡമിയോളജി എന്ന് പറയുമ്പോൾ അതിലെ ഏജന്റും ഹോസ്റ്റും എൻവയോൺമെന്റും കൂടെ ചേർന്ന ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണ്. അതിന്റെ ഏജന്റ് എന്ന് പറയുന്നത് വൈറസ് എന്ന് പറഞ്ഞ ഒരു ഫ്ലേവി വൈറസ് ആണ്, ഡെങ്കു വൈറസ്. അതിന് 4 സീറോടൈപ്സ് ഉണ്ട്. ഡെങ്കു 1, 2, 3, 4 ആണ്. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു വൈറസ് വന്നാൽ അതിനൊരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി വരാമെങ്കിലും ഡിഫറെന്റ് സീറോടൈപ്സ് കൊണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സീറോടൈപ്സ് കൊണ്ടുള്ള ഇൻഫെക്ഷൻ വന്നാൽ ആ ഇൻഫെക്ഷൻ സിവിയർ ഫോമിലായി ഒരിക്കൽ ഒരു ഇൻഫെക്ഷൻ വന്ന് പിന്നെ ഒരു വേറൊരു സീറോടൈപ്പ് കൊണ്ടുള്ള ഒരു ഇൻഫെക്ഷൻ വന്നാൽ അത് ഡെങ്കു ഷോക്ക് സിൻഡ്രോം, ഹെമറോജിക് ഫീവർ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എന്റെ വെക്ടർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈഡിസ് മോസ്കിറ്റോ ആണ്.
അതും നമ്മളെല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അതിന് ടൈഗർ മോസ്കിറ്റോ എന്ന് പറയാറുണ്ട്. ടൈഗർ മോസ്കിറ്റോ എന്ന് പറയാനുള്ള റീസൺ അതിന്റെ ബോഡിയിലും അതിന്റെ ലെഗ്സിലും ബാൻഡ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ടൈഗർ മോസ്കിറ്റോ എന്ന് പറയാറുള്ളത്. അത് ഒത്തിരി നമ്മളെ ബൈറ്റിംഗ് ഹാബിറ്റ്സ് നോക്കുമ്പോൾ ഒത്തിരി മനുഷ്യരെ കടിക്കുന്നതാണ് അതിന്റെ പ്രിഫറൻസ്. അതുപോലെ ഫീമെയിൽസ് ഒത്തിരി അതായത് ഒരു മോസ്കിറ്റോ തന്നെ അതിന്റെ ഒരു ഫീഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പലരെയും മാറി കടിക്കും. അപ്പൊ തന്നെ ആ സ്പ്രെഡ് വളരെ എളുപ്പം നടക്കും. അങ്ങനെ അതിന്റെ ഒരു ഹാബിറ്റ് അങ്ങനെയാണ്. പിന്നെ അതുപോലെ അത് നമ്മൾ പറയാറുണ്ടല്ലോ ഡേ ടൈം അല്ലെ, പകൽ സമയത്ത് കടിക്കുന്ന ഒരു മോസ്കിറ്റോയാണ് ഈഡിസ് മോസ്കിറ്റോ എന്ന് പറയാറുണ്ട്. 2 പീക്കുണ്ട്, അതാണ് ഡോൺ ആൻഡ് ഡസ്ക്, രാവിലെയും വൈകുന്നേരവും സമയങ്ങളിലാണ്. പിന്നെ അതുപോലെ ആക്ടിവിറ്റി കൂടുതൽ കാണപ്പെടുന്ന ആ ഒരു ടെമ്പറേച്ചർ 20 to 80 ഡിഗ്രി, ഹ്യൂമിഡിറ്റിയും ഒക്കെ ആ ഒരു അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഫേവറബിൾ ആയിട്ടുള്ള സമയത്താണ് അത് കൂടുതൽ കാണുന്നത്. പിന്നെ ഈഡിസ് ഈജിപ്ഷ്യ ആയിരുന്നു നമ്മുടെ ശരിക്കും ഒരു വെക്ടർ. പക്ഷെ ഇപ്പൊ ഈഡിസ് ആൽബോപിക്ടസ് അതും ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. അത് പെരിഡൊമസ്റ്റിക്, വീടിന് ചുറ്റുമാണ് അത് കൂടുതലായിട്ട് ബ്രീഡ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഫ്ലൈറ്റ് റേഞ്ചിനും കുറച്ച് സിഗ്നിഫിക്കൻസ് ഉണ്ട്. 100 മീറ്റർ വരെയൊക്കെ മാക്സിമം ഫ്ലൈറ്റ് റേഞ്ച് ഉള്ളൂ. 2 ലക്ഷം കിലോമീറ്റർ വരെയൊക്കെ പറക്കുമ്പോൾ ഇത് 100 മീറ്റർ. അപ്പൊ അത് നമ്മുടെ കൺട്രോൾ മെഷേഴ്സിൽ അതിനൊത്തിരി പ്രാധാന്യമുണ്ട്. ബ്രീഡിംഗ് പ്രിഫറൻസ് അതും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതിയാ, എല്ലാവർക്കും അറിയുന്നതാണ്. അതിന്റെ മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സ് ആണ് മെയിൻ ബ്രീഡിംഗ് സൈറ്റ്സ്. ആർട്ടിഫിഷ്യൽ സ്മോൾ കളക്ഷൻസ് ഓഫ് വാട്ടർ അല്ലെ, അത് നാച്ചുറലും ആകാം ആർട്ടിഫിഷ്യലും ആകാം. നാച്ചുറൽ കണ്ടെയ്നേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് റെയിനി സീസൺ അല്ലാത്തപ്പോഴും ഇതിന് ബ്രീഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ കടിക്കുന്നത് പലരും മാറി കടിക്കും എന്ന് പറയുന്നത്, ഒരു ഫീഡ് കംപ്ലീറ്റ് ചെയ്യാൻ പലരെയും കടിക്കും എന്ന് പറയുന്നത് പോലെ അതിന്റെ ആ എഗ് ലേ അതിന്റെ മുട്ടയിടുന്നതും ഇങ്ങനെ പല കണ്ടെയ്നേഴ്സിൽ പോയിട്ടാണ് ഇത് സ്കിപ്പ് ഓവി പൊസിഷൻ എന്ന് പറയാതെ എഗ് ലേ ചെയ്യുന്നത്. അതിന്റെ കണ്ടെയ്നറിന്റെ വാളിൽ ഇത് പറ്റിപ്പിടിച്ചിരിക്കുക. അതിന് അത് ഡ്രൈ ആയി കഴിഞ്ഞാലും 2 months to 1 year അതങ്ങനെ ഇരുന്നോളും. അടുത്തൊരു ഫേവറബിൾ സീസൺ വരുമ്പോൾ അത് ഹാച്ച് ചെയ്ത് വരും. ബ്രീഡിംഗ് പ്ലേസസ് നമുക്കറിയാം. വീടിനകത്ത് ഡൊമസ്റ്റിക് ആൻഡ് പെരിഡൊമസ്റ്റിക് ആണ്. ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോഴും വീടിനകത്തുള്ള ആർട്ടിഫിഷ്യൽ സ്മോൾ കളക്ഷൻസ് അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, അൺയൂസ്ഡ് ഫ്ലഷ് ടാങ്ക്സ്, പിന്നെ ഫിഷ് പോട്ട്സ്. ഇത് നമ്മുടെ ഫിഷ് ഇല്ലാത്ത ഇത് കാണും. ഫിഷ് ടാങ്കുകൾ പല വീടുകളിലും കാണാറുണ്ട്. വീടുകളിൽ ഒത്തിരി റൂംസ് ആകുമ്പോൾ ഉപയോഗിക്കാത്ത ഫ്ലഷ് ടാങ്കുകൾ ഉണ്ടാകും. പിന്നെ അതുപോലെ ഫ്രിഡ്ജിന്റെ ട്രേ, അങ്ങനെയുള്ള പല നമ്മൾ സ്ഥിരം പറയുന്ന ഇൻഡോർ പ്ലാന്റ്സ്, അതിപ്പോ ഒരു കൂടുതലായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ പെരിഡൊമസ്റ്റിക് ആയിട്ട് വീടിന്റെ റൂഫിലുള്ള ചെറിയ ഇതിൽ വെള്ളം കെട്ടി നിൽക്കുന്ന എന്തെങ്കിലും സാഹചര്യം, അല്ലെങ്കിൽ ടാർപോളിൻ ഷീറ്റിൽ വെള്ളം കെട്ടി നിൽക്കുന്നത്, ടയറുകൾ, വലിച്ചെറിയുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, പ്ലാന്റ്സിൽ തന്നെ ബ്രീഡ് ചെയ്യാം. പിന്നെ അതുപോലെ വാട്ടർ സ്കാർസിറ്റി ഉള്ളിടത്ത് വലിയൊരു പ്രശ്നമാണ്. വെള്ളം ഇങ്ങനെ മുറ്റത്തൊക്കെ പിടിച്ചു വെക്കും അതില്. പിന്നെ പെറ്റ്സിന് വെള്ളം കൊടുക്കുന്ന പാത്രങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഡൊമസ്റ്റിക് ആൻഡ് പെരിഡൊമസ്റ്റിക് സ്മോൾ കളക്ഷൻസ് ഓഫ് വാട്ടറുള്ള ഫ്രഷ് വാട്ടറിലാണ് ബ്രീഡ് ചെയ്യുന്നത്. എഗ്സ് ഈ കണ്ടെയ്നറിന്റെ സൈഡിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുക നമ്മൾ ഒരിക്കൽ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വീണ്ടും പോകുന്നില്ല. അത് 2 months to 1 year അങ്ങനെ ഇരിക്കാനുള്ള ഇതുണ്ട്. 1 ml ഓഫ് വാട്ടർ തന്നെ സഫീഷ്യന്റ് ആണ്. അല്ലെങ്കിൽ ഒരു മോയിസ്റ്റ് സർഫസ് ആയാൽ പോലും മുട്ടയിടാനായിട്ട് സാധിക്കും. പക്ഷെ ഡ്രൈ സർഫസ് വിൽ നെവർ ലേ എഗ്സ് ഓൺ ഡ്രൈ സർഫസ്. പിന്നെ അതിന്റെ നമ്മൾ ലാർവ 3-4 സ്റ്റേജ് ഉണ്ട്. ലാർവ, പ്യൂപ്പ ആൻഡ് അഡൽട്ട്. അതിലെ ലാർവൽ സ്റ്റേജ് ആണ് നമ്മൾ കൺട്രോളിന് കൂടുതലായിട്ട് സോഴ്സ് റിഡക്ഷൻ ഒക്കെ കാണുന്നത്. അതിന്റെ നമ്മൾ ആ ഒരു കണ്ടെയ്നറിലുള്ള എല്ലാ ലാർവയും യൂഷ്വലി എടുക്കാറുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിക്കൽ മൂവ്മെന്റ്സ് കാണാമെന്ന് കരുതുന്നു. പ്രസന്റേഷനിൽ ഈ ഒരു ടിപ്പിക്കൽ മൂവ്മെന്റ്സ് കാണിക്കുന്ന ഒരു റെസ്റ്റ്ലെസ് ആയിരിക്കും, ഒരു ഗ്ലൈഡിങ് മൂവ്മെന്റ്സ് കാണിക്കുന്നതാണ് അതിന്റെ ഒരു ലാർവ. ഇൻക്യുബേഷൻ പീരീഡ് വന്നിട്ട് എക്സ്ട്രൻസിക് ഇൻക്യുബേഷൻ കട്ടായി പോയോ? മാഡം പോയില്ലേ? മാഡം
തിരിച്ച് കണക്ട് ചെയ്യാൻ നോക്കണോ സാറേ? കുറച്ചും കൂടെ മാഡം വരുമായിരിക്കും, അത് വിളിക്കണോ മാഡത്തിന്? മാഡം ചിലപ്പം കാല് തട്ടിയല്ലോ ഓഫായി പോയതായിരിക്കും തോന്നുന്നു, പെട്ടെന്ന് ഔട്ടായല്ലോ. അരുൺ സാർ എന്ത് പറ്റി? സാർ അനിൽ സാർ പറഞ്ഞ നെറ്റ് പോയതാ, കണക്ട് ചെയ്തോണ്ടിരിക്കുന്നോന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടേ. ഓക്കെ മാഡം. സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് എനേബിൾ ചെയ്യാമോ? മാഡം കോസ്റ്റ് ആണ്, മാഡത്തിന് സ്ക്രീൻ ഷെയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ മാഡം, കാണാം. നമ്മള് സോറി, അതിന്റെ ലാസ്റ്റ് സ്ലൈഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡിന്റെ കാര്യം കൂടെ പറയാനുണ്ടായിരുന്നുള്ളൂ. എക്സ്റ്റൻസിവ് ഇൻക്യുബേഷൻ പീരീഡ്, അതായത് മോസ്കിറ്റോ ഒരു ഡെങ്കു പേഷ്യന്റിനെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പേഷ്യന്റ് സിംറ്റമാറ്റിക് ആകുന്നതിന്റെ ഒരു ദിവസം മുന്നേ മുതൽ 5 ദിവസം വരെ, അതാണ് ഏറ്റവും വൈറീമിയ ഉള്ള ഒരു സ്റ്റേജ്. ആ ഒരു സ്റ്റേജില് മോസ്കിറ്റോ ഇൻഫെക്റ്റഡ് ആകും. അതൊരു മോസ്കിറ്റോയ്ക്ക് വൈറസ് കിട്ടും. അതൊരു 8 to 10 days കൊണ്ട് ഇൻഫെക്റ്റീവ് ഫോമിലോട്ടെത്തും. അതാണ് എക്സ്റ്റൻസിവ് ഇൻക്യുബേഷൻ പീരീഡ്. അതായത് ഒരു ഡെങ്കു ഉള്ള ഒരാളെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 to 10 days കൊണ്ടാണ് അതൊരു ഇൻഫെക്റ്റീവ് ഫോമിലെത്തുന്നത്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ലൈഫ് ലോങ് പിന്നെ ഇൻഫെക്റ്റീവ് ആയിരിക്കും. അതോടൊപ്പം തന്നെ അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ, അതായത് ഓവേറിയൽ ആൻഡ് ട്രാൻസ്മിഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്ത ജനറേഷൻസും വൈറസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. പിന്നെ എക്സ്റ്റൻസിവ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസീസ് വരുന്നതാണ്. നമുക്കൊരു ഇൻഫെക്റ്റീവ് മോസ്കിറ്റോയുടെ ഒരു ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 4 to 6 days കൊണ്ട്, യൂഷ്വലി അതിന്റെ റേഞ്ച് വെരി ചെയ്യാം, എന്നാലും ഒരു നോർമൽ എന്ന് പറയുന്നത് 4 to 6 days ആണ് എക്സ്റ്റൻസിവ് ഇൻക്യുബേഷൻ പീരീഡ്. അത് കഴിയുമ്പോഴേക്കാണ് സിംറ്റംസ് വരാറുള്ളത്. Now moving on to the next topic, that is leptospirosis. നമ്മുടെ എലിപ്പനി എന്ന് പറയുന്ന leptospirosis, വീൽസ് ഡിസീസ് എന്നും വേറെ പേരുണ്ട്. നമ്മുടെ ഡെങ്കു വന്നിട്ട് വൈറൽ ഡിസീസ് ആയിരുന്നു. lepto is caused by pathogenic bacteria called leptospira, and that are transmitted directly or indirectly from animals to humans. അതും കോമൺ ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഏരിയാസ് വിത്ത് ഹൈ റെയിൻഫോൾ ആണ്. നമ്മുടെ ഫ്ലഡ്, ഹൈ റെയിൻഫോൾ കഴിഞ്ഞ് വരുന്ന ഫ്ലഡ് ഒക്കെ കഴിയുമ്പോഴേക്കും ഔട്ട് ബ്രേക്സ് യൂഷ്വലി വരാറുണ്ട്. ഇന്ത്യയിലെ മേജർ ബട്ട് ഹിഡൻ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ്. ഇതും ഒരു അണ്ടർ റിപ്പോർട്ടഡ് ആൻഡ് യൂഷ്വലി ഗോസ് അൺഡയഗ്നോസ്ഡ് ആണ്. പിന്നെ ലേറ്റർ സ്റ്റേജസിൽ വരുമ്പോഴേക്കും അതിന്റെ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി കൂടുകയും ചെയ്യും. ഔട്ട്ബ്രേക്സ് ഫ്രം കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് ഓഫ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, കേരള, അങ്ങനെ പല സ്റ്റേറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈ ബേർഡൻ ആയിട്ട് വരുന്നത് കേരളത്തിലെ 14 ഡിസ്ട്രിക്ട്സും ഹൈ ബേർഡൻ ഡിസ്ട്രിക്ട്സ് തന്നെയാണ്. കേരളത്തിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് 2017 കഴിഞ്ഞ ഒരു 5 വർഷത്തെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ അതില് എല്ലാ വർഷവും ഒരു 1500 to 2000 ആ റേഞ്ചിൽ, 1500 ആണ് ഒരു ആവറേജ് വരുന്നത്. പക്ഷെ 2018 ഒരു 2000
79 കേസസും 99 ഡെത്ത്സും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റീസൺ അറിയാമായിരിക്കും. നമ്മുടെ ആ ഒരു ഫ്ലഡ് കഴിഞ്ഞ സമയത്ത് ഒത്തിരി ലെപ്റ്റോ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഒത്തിരി ഡെത്ത് വന്നു. പല ഹോസ്പിറ്റലുകളിലും ലെപ്റ്റോ വാർഡൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഈ വർഷം 2022 ഇന്ന് വരെ 802 കേസസ്, 802 കേസസ് ആൻഡ് 19 ഡെത്ത്സ് ആർ റിപ്പോർട്ടഡ്. അതിന്റെ ഒരു എപ്പിഡമിയോളജിക്കൽ ഏജന്റ് നമ്മൾ പറഞ്ഞു, ലെപ്റ്റോസ്പൈറ. അതൊരു സ്പൈറോകീറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട ഓർഗാനിസം ആണ്. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ ഓഫ് ഇൻഫെക്റ്റഡ് അനിമൽസ്. സാധാരണ എല്ലാ ഈ നമ്മുടെ കാറ്റിൽസ് അതുപോലുള്ള എല്ലാ അനിമൽസും വരുന്നുണ്ട്, പല അനിമൽസും വരുന്നുണ്ട്. അതിൽ ലോങ് ടൈം അനിമൽസിന് വലിയ സിംറ്റം ഒന്നും കാണിക്കാറില്ല. പക്ഷെ അതിന്റെ യൂറിനിൽ ഒത്തിരി നാള് സ്പൈറോകീറ്റ്സ് ഉണ്ടാകും. അതേസമയം റോഡൻസിന്റെ കേസിലാണെങ്കിൽ എൻറ്റയർ ലൈഫ് ടൈം ലെപ്റ്റോസ്പൈറസ് ഷെഡ് ചെയ്തുകൊണ്ടിരിക്കും. അനിമൽ റിസർവോയേഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ വൈൽഡ് ആൻഡ് ഡൊമസ്റ്റിക് അനിമൽസ് ആണെന്ന് പറഞ്ഞു. വേൾഡ് വൈഡ് റോഡൻസില് റാറ്റ്സ്, മൈസ് അതെല്ലാം വരുന്നുണ്ട്. ഡൊമസ്റ്റിക് അനിമൽസ് കാറ്റിൽ, ഷീപ്പ് അതെല്ലാം വരുന്നുണ്ട്. അതുപോലെ പെറ്റ് ഡോഗ്സിന്റെയും യൂറിൻ ഫീസസ് വഴി നമുക്ക് അത് ട്രാൻസ്മിഷന് ചാൻസ് ഉണ്ട്. ഹ്യൂമൻ ഇൻഫെക്ഷൻ ആക്സിഡന്റൽ ആയിട്ടാണ് വരുന്നത്. ഹ്യൂമൻ ടു ഹ്യൂമൻ, അതിൽ കുറച്ച് റിസർച്ച് നടക്കുകയാണ്, എന്നാലും യൂഷ്വലി ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ വരാറില്ല. നമ്മൾ പറഞ്ഞു ഈ ഇൻഫെക്റ്റഡ് കാറ്റിൽസിന്റെയോ റോഡൻസിന്റെയോ ഒക്കെ യൂറിൻ വെച്ച് വാട്ടർ കണ്ടാമിനേറ്റഡ് ആവുകയും അതിൽ നിന്ന് ഈ നമ്മുടെ ബാക്ടീരിയ റോഡൻസിന് ഇൻഫെക്റ്റഡ് ആകും. അതിന്റെ യൂറിൻ വഴി വീണ്ടും ഈ വാട്ടർ കണ്ടാമിനേറ്റഡ് ആകും. അങ്ങനെ ഒരു സൈക്കിളായിട്ടാണ് യൂഷ്വലി പോകുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്നത് ആക്സിഡന്റൽ ഇൻഫെക്ഷൻ ഇതായിട്ട് ആക്സിഡന്റലായി കിട്ടാവുന്നതാണ്. അതിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ എക്സ്പോസിങ് ഓപ്പൺ വൂണ്ട്സ് ടു കണ്ടാമിനേറ്റഡ് വാട്ടർ ഓർ സോയിൽ, അല്ലെങ്കിൽ സ്പ്ലാഷിംഗ് കണ്ടാമിനേറ്റഡ് വാട്ടർ ഓർ യൂറിൻ ഇൻടു ഐസ്, അല്ലെങ്കിൽ സോളോയിങ് കണ്ടാമിനേറ്റഡ് വാട്ടർ. നമ്മുടെ മ്യൂക്കോസയോ ഇഞ്ചുറി ഉള്ള സ്കിൻ എക്സ്പോഷർ വരികയാണെങ്കിൽ നമുക്ക് കിട്ടാം. അതുപോലെ ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷന് ഒരു സാധ്യതയുണ്ട്. ഇൻഹലേഷൻ വെൻ മിൽക്കിംഗ് ഇൻഫെക്റ്റഡ് അനിമൽ, അതും പറയുന്നുണ്ട്. ഹോസ്റ്റിന്റെ ഏജ് ഫാക്ടർ നോക്കുമ്പോൾ നമുക്കറിയാം യൂഷ്വലി അതൊരു മിഡിൽ ഏജ്ഡ് 20 to 45, 50 ആ ഒരു ഏജ് ഗ്രൂപ്പിനാണ് അഫക്റ്റഡ് ആകാറുള്ളത്. കുറച്ച് കേസസ് കുട്ടികളിൽ കാണുന്നുണ്ട്. അത് യൂഷ്വലി പെറ്റ് ഡോഗ്സിൽ എന്നൊക്കെയാണ് യൂഷ്വലി കിട്ടിയതായിട്ട് കാണുന്നത്. ഒരു മിഡിൽ ഏജ്ഡ് അഡൽട്സ് ആണ് അഫക്റ്റഡ് ആകുന്നത്. സെക്സ് വന്നിട്ട് മെയിൽസിനാണ് കൂടുതൽ മോസ്റ്റ് ഫ്രീക്വന്റ്ലി അഫക്റ്റഡ്. അതിന്റെ ഒരു റീസൺ ഏജും സെക്സും ഈ ഒരു മിഡിൽ ഏജ് മെയിൽസിന് വരുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഓക്കുപേഷണൽ എക്സ്പോഷർ, അതും എൻവയോൺമെന്റൽ എക്സ്പോഷറും ഈ ഒരു ഏജ് ഗ്രൂപ്പിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതൽ അഫക്റ്റഡ് ആകുന്നത്. ഓക്കുപേഷൻ നമ്മൾ പറഞ്ഞു, അത് അവരുടെ ഈ അഗ്രികൾച്ചറൽ ആൻഡ് ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ്, പിന്നെ റൈസ് ഫീൽഡ്സ്, ദോസ് ഹു വർക്ക് ഇൻ റൈസ് ഫീൽഡ്സ്, ഷുഗർ കെയിൻ ഫീൽഡ്സ് അവരെല്ലാം, പിന്നെ അണ്ടർഗ്രൗണ്ട് സീവേഴ്സ്, മീറ്റ് ആൻഡ് അനിമൽ ഹാൻഡ്ലേഴ്സ്, വെറ്റിനേറിയൻസ്, ഇവർക്കെല്ലാം അവർക്ക് ഓക്കുപേഷണൽ റിസ്ക് ഉണ്ട് ഇതിന് ലെപ്റ്റോസ്പൈറോസിസ് വരാനായിട്ട്. പിന്നെ അതുപോലെ നമ്മുടെ ലെഷർ ആക്ടിവിറ്റീസ് ആയിട്ട് ഇൻഫെക്റ്റഡ് വാട്ടറിലെ സ്വിമ്മിങ്, ഫിഷിംഗ് ഈയിടയ്ക്ക് ഒത്തിരി കേസസ് വന്നപ്പോ പല സ്ഥലത്തും ഫിഷിംഗ് ഒരു പ്രധാന റീസൺ ആയിരുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് റിസ്ക് കൂട്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ പൂവർ ഹൗസിംഗ്, ഇന്നാഡിക്വേറ്റ് വാട്ടർ സപ്ലൈ, ഇന്നാഡിക്വേറ്റ് വേസ്റ്റ് ഡിസ്പോസൽ, അങ്ങനെ വരുമ്പോൾ റോഡൻസിന്റെ ആ ഒരു പോപ്പുലേഷൻ കൂടുന്നതും അതെല്ലാം റീസൺ ആണ്. പിന്നെ സോയിൽ സലൈനിറ്റി, ആൽക്കലൈൻ pH, ഇതെല്ലാം. ഇൻക്യുബേഷൻ പീരീഡ് വന്നിട്ട് 10 days ആണ്. അതൊരു ആവറേജ് 10 days ആണ്. ക്യാൻ റേഞ്ച് ഫ്രം 4 to 20 days. ഡോക്സി പ്രോഫിലാക്സിസ് വെച്ച് നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ബാക്കി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. Now coming to the last topic, that is scrub typhus. ഈയിടെ വന്ന ഒരു വാർത്തയാണിത്. അതിന്റെ ഒരു ഹെഡിങ് ആയിരുന്നു ലോകമഹായുദ്ധത്തിൽ നാശം വിതറിയ രോഗം ചെള്ളുപനി, കേരളത്തിലെ മരണങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ഈ യുദ്ധങ്ങളായിട്ടും വളരെ റിലേറ്റഡ് ആണ്. അതിന്റെ ആ ഒരു എക്സ്പോഷർ കൂടുതലായതുകൊണ്ടായിരിക്കും. ആ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി കേസസ്, ഒത്തിരി യുദ്ധത്തിനെ വരെ ബാധിക്കുന്ന രീതിയിൽ ഈ ടൈഫസ് ഫീവറുകൾ, പലതരം ടൈഫസ് ഫീവറുകൾ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കുറെ നാൾ അധികം നമുക്ക് കേൾക്കാനുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ വീണ്ടും വന്നു. അങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മൾ പറയുന്നത് റീഎമർജിങ് ഡിസീസസ് എന്നാണ് അങ്ങനത്തെ അസുഖങ്ങൾ പറയുന്നത്. അപ്പൊ ഇതും സ്ക്രബ് ടൈഫസ് ഒരു റീഎമർജിങ് ഡിസീസ് ആണ്. ഒരു കാലത്ത് ഉണ്ടായിരുന്നു, നമ്മൾ കൺട്രോൾ ചെയ്തിരുന്നു, പിന്നെ വീണ്ടും വരുന്ന രോഗം, അതാണ് റീഎമർജിങ് ഡിസീസ്. പിന്നെ ജാപ്പനീസ് റിവർ ഫീവർ എന്നാണ് വേറൊരു പേര്.
നമ്മുടെ ലെപ്റ്റോസ്പൈറോസിന്റെ വീൽസ് ഡിസീസ് എന്ന് പറയുന്നത് കണക്ക് ജാപ്പനീസ് റിവർ ഫീവർ എന്നും ടൈഫസിനെ പറയാറുണ്ട്. ഇതിന്റെ കോസേറ്റീവ് ഓർഗാനിസം ഒരു ബാക്ടീരിയയാണ്, റിക്കറ്റ്സിയൽ ഗ്രൂപ്പിലുള്ളതാണ്. അതിന്റെ പേര് ഓറിയൻഷ്യ സുസുഗാമുഷി. ഓറിയൻഷ്യ സുസുഗാമുഷി ജാപ്പനീസ് പേരായോണ്ടാണ് ഇങ്ങനെ. മുൻപ് റിക്കറ്റ്സിയ ഗ്രൂപ്പിലെ റിക്കറ്റ്സിയ സുസുഗാമുഷി എന്നായിരുന്നു, പക്ഷെ അത് റീനെയിം ചെയ്ത് ഇപ്പൊ പറയുന്നത് ഓറിയൻഷ്യ സുസുഗാമുഷി എന്നാണ് ഈ ബാക്ടീരിയയുടെ പേര്. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ മൈറ്റ്സ് ആണ്. മൈറ്റ്സിന്റെ തന്നെ ഇൻഫെക്റ്റഡ് ലാർവൽ ഫോം ആണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ലാർവൽ ഫോമിനെ ചിഗേഴ്സ് എന്ന് എന്നാണ് വിളിക്കുന്നത്, ചിഗേഴ്സ്. അതിന്റെ അഡൽട്ട് ഒന്നും ഹ്യൂമൻ ബീയിങ്സിനെ ബൈറ്റ് ചെയ്യാറില്ല, നമ്മളെ കടിക്കാറില്ല. ഇതിന്റെ ഈ ലാർവൽ ഫോമാണ് കടിക്കുന്നതും ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതും. ചിഗേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഇതൊരു നമ്മൾ പറഞ്ഞ സൂണോസിസ് ആണ്. സൂണോസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ പറഞ്ഞതായിരുന്നു, എന്നാലും ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. അനിമൽസിൽ നിന്ന്, വെർട്ടിബ്രേറ്റ് അനിമൽസിൽ നിന്ന് ഒരു ആർത്രോപോഡ് വെക്ടർ വഴി നമുക്ക് മനുഷ്യർക്ക് കിട്ടുന്ന ഡിസീസാണ് സൂണോസിസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസീസാണ് നമ്മുടെ പ്ലേഗ് ഒക്കെ പോലെ തന്നെ. അപ്പോൾ ഇതില് ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയും ആക്സിഡന്റലി നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നതാണ്. ഈ ഒരു ചിഗേഴ്സിന്റെ ബൈറ്റ് കൊണ്ട് നമുക്ക് ആക്സിഡന്റലി കിട്ടുന്നതാണ്. ഡെഡ് ആൻഡ് ഹോസ്റ്റ് ആണ്. നമ്മൾ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലോട്ട് ഒരു സ്പ്രെഡ് കണ്ടിട്ടില്ല. അതിന്റെ ഒരു ജിയോഗ്രാഫിക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഏഷ്യ പസഫിക് റിം, നോർത്തേൺ ഓസ്ട്രേലിയ. അപ്പൊ ഈ ഒരു റീജിയൻ ആണ് അഫക്റ്റഡ്. അതൊരു ട്രയാങ്കിൾ, നമ്മളൊരു ഇമാജിനറി ട്രയാങ്കിൾ, അതിന്റെ സുസുഗാമുഷി ട്രയാങ്കിൾ എന്നാണ് ആ ഒരു അഫക്റ്റഡ് ഏരിയയെ അറിയപ്പെടുന്നത്. ഇന്ത്യൻ സിനേറിയോ നോക്കുമ്പോൾ പറഞ്ഞ കണക്ക് ഒരു റീഎമർജിങ് ഡിസീസ് ആണ്. നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ആസാമിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ ഒത്തിരി കേസസ് ഉണ്ടായിരുന്നു. ഇൻഡോ പാക് വാറിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. ഈ ആർമി ട്രൂപ്സിനെ അവരുടെ വർക്കിന്റെ ഭാഗം ട്രെഞ്ചസിലും എല്ലാം കിടന്ന മണ്ണിലുമായിട്ടും ഈ ഇതായിട്ടെല്ലാം കോണ്ടാക്ട് വരുന്നോണ്ടായിരിക്കാം അവർക്ക് ഒത്തിരി അഫക്റ്റഡ് ആവുന്നുണ്ടായിരുന്നു. യുദ്ധത്തിനെ വരെ ബാധിച്ച് അതില് മറ്റ് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. 1919 പാകിസ്ഥാൻ ബോർഡറിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന ആർമി അഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഒത്തിരി സ്റ്റേറ്റ്സ്, നമ്മുടെ കേരള, തമിഴ്നാട് ഉൾപ്പെടെ എല്ലാ സ്റ്റേറ്റ്സിലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതും മേജർ അൺഡയഗ്നോസ് കോസ് ഓഫ് അൺഡിഫറൻഷിയേറ്റഡ് ഫീവർ. അതാണ് നമ്മുടെ ഈ ഒരു തിരക്കുള്ള ഒപ്പിയിലെ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസും അത് തന്നെയാണ്. ഇറ്റ്സ് എ മേജർ അൺഡയഗ്നോസ് കോസ് ഓഫ് അൺഡിഫറൻഷിയേറ്റഡ് ഫീവർ. മിസ് ചെയ്യാനുള്ള ചാൻസും അതുവഴി ഡെത്തിലെത്താനുള്ള ചാൻസും കൂടുതലാണ്. കേരളത്തിലെ ഒരു സിനേറിയോ നോക്കുമ്പോൾ 2017 കഴിഞ്ഞ ഒരു 5 വർഷത്ത് നോക്കുമ്പോൾ നമുക്കൊരു 17, 18, 19 ആയപ്പോ കേസസ് ഒത്തിരി കൂടി. 2019 579 കേസസും 14 ഡെത്ത്സും ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു കോവിഡ് ഒക്കെ വന്നപ്പോൾ നമ്മുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ കുറഞ്ഞപ്പോഴായിരിക്കാം പിന്നെ ഒരു ഇച്ചിരി കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം as on today നമുക്ക് 161 കേസസ് ഓഫ് സ്ക്രബ് ടൈഫസ്, എള്ളുപനിയുടെ 161 കേസുകളാണ് ഇന്ന് വരെ ഈ വർഷം നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതില് 3 ഡെത്തും വന്നിട്ടുണ്ട്. ഡെത്ത് ഡോക്ടർ സിമി പറഞ്ഞ കണക്ക് 2 കേസ് വന്നിരിക്കുന്നത് ജൂൺ ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിലുമായിട്ട് ട്രിവാൻഡ്രത്താണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ കേസ് വർക്കലയും രണ്ടാമത്തത് പാറശാലയുമാണ്. നമ്മുടെ എൻഡമിക് ഏരിയസിൽ നിന്നല്ല, ഈ സാധാരണ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് അല്ലാതെ മാറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ സ്ക്രബ് ടൈഫസിന്റെ ഒരു പാറ്റേൺ. അതിലെ ഡിസ്ട്രിക്ട്സ് നോക്കുമ്പോൾ ഇത് 2021 ആണ്, ഒരു വർഷത്തെ നോക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോഴേക്കും ഈ 438 കേസസില് 357 കേസസും ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ആണ് അഫക്റ്റഡ് ആയിട്ടുള്ളത്. അതിന്റെ മുൻ വർഷങ്ങളിൽ നോക്കിയാലും ഏതാണ്ട് സിമിലർ പാറ്റേൺ ആണ്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് കൂടുതൽ കേസസ് വന്നിട്ടുള്ളത്. ഈ 6 ഡെത്ത്സിലെ 3 ഡെത്ത്സും കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രം ആയിരുന്നു. എപ്പിഡമിയോളജി ഏതാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ. അത് റിക്കറ്റ്സിയൽ സൂണോട്ടിക് ഡിസീസ് ആണ്. റിക്കറ്റ്സിയ കൊണ്ട് ഓറിയൻഷ്യ സുസുഗാമുഷി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. വെക്ടർ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും പറയുന്നു. അതൊരു ത്രോംബിക്കുലോയിഡ് മൈറ്റിന്റെ ലാർവയാണ് ഇൻഫെക്റ്റീവ് ഫോം. അത് ചിഗർ എന്നാണ് അതിനെ പറയുന്നത്. ലിവ് ഇൻ മോയിസ്റ്റ് സോയിൽ കവേർഡ് വെജിറ്റേഷൻസ്. അതാണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്. മോയിസ്റ്റ് സോയിൽ കവേർഡ് വെജിറ്റേഷൻസിലാണ് ഈ നമ്മുടെ ഈ മൈറ്റും അതിന്റെ ചിഗറും ഒക്കെ കൂടുതലായിട്ട് കാണുന്നത്. അതിന് റിസർവോയർ, അത് സാധാരണ റിസർവോയർ എന്ന് പറയുന്നത് 2
റിസർവോയർ ഉണ്ട്. ഒന്ന് ആർത്രോപോഡ് റിസർവോയർ ഉണ്ട്. ഈ മൈറ്റിനകത്ത് തന്നെ ഇത് ഒരു റിസർവോയർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അത് വെക്ടർ മാത്രമല്ല റിസർവോയർ ആയിട്ടും ഫംഗ്ഷൻ ചെയ്യും. അതുപോലെ മമേലിയൻ റിസർവോയർ എന്ന് പറയുന്നത് റോഡൻസ് ആണ്. റോഡൻസ്, മൈസ്, റാറ്റ്. റോഡൻസിൽ തന്നെ മൈസ്, റാറ്റ്, പിന്നെ ഇത് പറയുന്നുണ്ട് റാബിറ്റ്, അങ്ങനെ പലതും പല കുഞ്ഞു കുഞ്ഞു അനിമൽസ് പലതും പറയുന്നുണ്ട്. ഇത്രയും ചെറുതാണ്. ഫോർ അറ്റ് റിസ്ക്. അപ്പൊ നമ്മൾ പറഞ്ഞതിൽ കുറച്ച് അതിന്റെ ആ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് കാരണം, സെർട്ടൺ ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ്, വർക്ക് റിലേറ്റഡ് പ്രാക്ടീസസ് ആൻഡ് ബിഹേവിയേഴ്സ് കാരണം കുറച്ച് ആൾക്കാർ അതിന് ഹൈ റിസ്ക് ആണ്. ആരൊക്കെയാണ് ഹൈ റിസ്ക് ആണെന്ന് നമുക്ക് നോക്കാം. ദോസ് ഹു ആർ ഇൻവോൾവ് ഇൻ ഫാമിംഗ് ആൻഡ് ഗാർഡനിങ്, then working in hilly areas and working in with short sleeves or with bare hands. ഇതെല്ലാം കൺട്രോളിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ റെസ്റ്റ് ഓൺ ഗ്രാസ് ഓർ മഡ് വിത്തൗട്ട് എ മാറ്റ്, നോട്ട് ചേഞ്ചിങ് ക്ലോത്ത്സ് ബിഫോർ സ്ലീപ്പിംഗ്. അതായത് ഈ ഇത്തരം ഏരിയയിൽ പോയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു പണിക്ക് പോയിട്ട് വന്നിട്ട് ഉറങ്ങുന്നതിനും അത് കടിച്ച് ഇതിന്റെ ഈ ചിഗർ നമ്മുടെ ബോഡിയിൽ കടിച്ചു പിടിച്ചിരിക്കും. അപ്പൊ അത് ഈ ക്ലോത്ത്സ് മാറ്റി കുളിക്കണം എന്നുള്ളതാണ്. അത് നന്നായിട്ട് തേച്ചൊരച്ച് കുളിക്കണം എന്നാണ് പറയുന്നത്, ആ ഒരു കടിച്ചു പിടിച്ചിരിക്കുന്ന മൈറ്റ് പോകാനായിട്ട്. ദെൻ ഡ്രൈയിങ് ക്ലോത്ത്സ് ഓൺ ഫ്ലോർ ഓർ പ്ലാന്റ്സ്. നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവമാണ് ഈ പലരും നദിക്കരയിലൊക്കെ കുളിക്കാൻ പോയിട്ട് അവർ ഈ ചെടികളിലൊക്കെ ഇട്ട് ക്ലോത്ത് വാഷിങ് കഴിഞ്ഞിട്ട് അതിലിട്ട് ഉണക്കാറുണ്ട്. അപ്പൊ അത് ഒരു റിസ്ക് ഫാക്ടർ ആണ്. Then location of house near a grassland, vegetable field or ditch. Then scrub vegetation in the vicinity. ഈ സ്ക്രബ് വെജിറ്റേഷനുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഈ സ്ക്രബ് ടൈഫസ് എന്നുള്ള പേരും വന്നിരിക്കുന്നത്. ദെൻ പ്രസൻസ് ഓഫ് മഡ് ഫ്ലോസ്, തയ്ച്ചിട്ടില്ലാത്ത ഫ്ലോർ ഒക്കെ ആണെങ്കിൽ അതിൽ ഈ മൈറ്റ് കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട്. പൈൽഡ് വീഡ്സ് ഇൻസൈഡ് ദ ഹൗസ്. അതായത് ഈ പണിക്ക് പോയിട്ട് വരുമ്പോ ഇവര് കാറ്റിൽസിന് വേണ്ടിയിട്ട് ഈ പുല്ലും കളകളും ഒക്കെ പറിച്ചുകൊണ്ട് വന്ന് വീടിന്റെ വരാന്തയിലൊക്കെ വെക്കാറുണ്ട്. അപ്പൊ അന്നേരവും അവർക്ക് കൂടുതൽ റിസ്ക് ആണ്. പെറ്റ്സ് ഇൻസൈഡ് ഓർ നിയർ ഹൗസ് ആൻഡ് റോഡൻസ് ഇൻ ദിയർ ഹൗസ്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ വീട്ടിലെയും നമ്മുടെ ചില പ്രാക്ടീസസ്, നമ്മുടെ വീടിന്റെ ചില രീതികളും കാരണം ഹൈ റിസ്ക് ആണ്. ഇതെല്ലാം കൺട്രോളിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Now coming to the last slide. എന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷനും പറഞ്ഞു. ഈ മൈസ്, റാറ്റ്, റാബിറ്റ് അതുപോലെയുള്ള അനിമൽസിന് ശരിക്കും അതൊരു എന്താണ് അനിമൽ ടു അനിമൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. പക്ഷെ ആക്സിഡന്റലി നമ്മള് ഹ്യൂമൻ ബീങ് ഒരു ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഇങ്ങനെ കടിച്ചു പിടിച്ചിരുന്നിട്ട് അവിടെ ഒരു ചിക എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഇതുണ്ടാവും. അതിനെക്കുറിച്ച് ബാക്കി ക്ലിനിക്കൽ ഫീച്ചേഴ്സും എല്ലാം അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇൻക്യുബേഷൻ പീരീഡ് 10 to 12 days ആണ്. അപ്പൊ ഇതാണ് ഇൻ ബ്രീഫ് അബൌട്ട് ദ എപ്പിഡമിയോളജി ഓഫ് ഡെങ്കു, ലെപ്റ്റോ ആൻഡ് സ്ക്രബ് ടൈഫസ്. താങ്ക് യു. സരിത മാഡം നല്ല ഭംഗിയായിട്ട് ഈ 3 ഡിസീസിന്റെയും എപ്പിഡമിയോളജി പറഞ്ഞു തന്നു. ഇനി നമുക്ക് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആസ്പെക്ട്, അഡൾട്ട് ആസ്പെക്ടിന് ശ്രീജിത്ത് സാറിനെ തൊട്ട് പോവാം. താങ്ക് യു സുനി. ഞാൻ ഷെയർ സ്ക്രീൻ ചെയ്താൽ പോരെ? ആ സാറേ, മാഡത്തിന്റെ ആദ്യം ക്ലോസ് ചെയ്യണമായിരിക്കും. സരിത മാഡത്തിന്റെ ക്ലോസ് ചെയ്യോ മാഡം? വന്നു സർ, വന്നു. അതിനെ ഫുൾ സ്ക്രീൻ ആക്കിയ. ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മളിപ്പം മാഡം പറഞ്ഞു നിർത്തിയോടത്തുനിന്ന് നമുക്ക് തുടങ്ങാം. ഞാനിപ്പം ക്ലിനിക്കൽ ഫീച്ചേഴ്സും ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഈ 3 ട്രോപ്പിക്കൽ ഫീവർ സിൻഡ്രോംസ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാഡം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ടൈമിൽ കാണുന്ന ഒരു കൂടുതലായിട്ട് കാണുന്ന ഒരു ക്ലിനിക്കൽ സിൻഡ്രോംസ് ആൻഡ് ഷുഡ് ബി ഡിഫറൻഷിയേറ്റഡ് ഫ്രം അതേഴ്സ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ആൻഡ് നീഡ്സ് എയർലി കെയർ ആൻഡ് മാനേജ്മെന്റ്, അതാണ് അതിന്റെ 3ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഐ വിൽ ഗോ ടു സ്ക്രബ് ടൈഫസ്. അപ്പം നമ്മൾ സ്ക്രബ് ടൈഫസ് ഓൾറെഡി പറഞ്ഞു. ഒരു ചിഗർ ബൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു up to 6 to 21 days വരെ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുന്നുണ്ട്. അപ്പൊ യൂഷ്വലി അത് കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് ആസ് എ ഫീവർ. യൂഷ്വലി ഒരു 5 days, മോർ ദാൻ 5 days ലാസ്റ്റിംഗ് ഫീവർ ആയിട്ടാണ് പറയുന്നത്, പർട്ടിക്കുലർലി ഇൻ അൺട്രീറ്റഡ് പേഷ്യൻസിൽ.
അപ്പം ഫീവർ, ഇന്റൻസ് ആയിട്ടുള്ള ജനറലൈസ്ഡ് ആയിട്ടുള്ള ഹെഡേക്ക്, ഡിഫ്യൂസ് ആയിട്ടുള്ള മയാൾജിയാസ്, റാഷ് ആൻഡ് എസ്കാർ, കൺജങ്ക്റ്റിവൽ കൺജഷൻ, റീജിയണൽ ആൻഡ് ജനറലൈസ്ഡ് ലിംഫാഡിനോപ്പതി, സ്പ്ലെനോമെഗാലി, ന്യൂമോണൈറ്റിസ്, ഇതെല്ലാമാണ് യൂഷ്വലി നമ്മൾ കാണുന്ന മാനിഫെസ്റ്റേഷൻസ്. ആൻഡ് ഇൻ അഡ്വാൻസ് ഡിസീസിൽ ദർ ക്യാൻ ബി കോംപ്ലിക്കേറ്റഡ് ഡിസീസിൽ മയോകാർഡൈറ്റിസ്, എൻസെഫലൈറ്റിസ്, ഷോക്ക്, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആൻഡ് ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ കാണാറുണ്ട്. അപ്പം ഇതെല്ലാം ഒരു ഓൾമോസ്റ്റ് ഒരു അതർ ട്രോപ്പിക്കൽ ഫീവർ സിൻഡ്രോംസിന്റെ സെയിം ആയിട്ടുള്ള പ്രസന്റേഷൻ തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഇറ്റ്സ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം അതർ ട്രോപ്പിക്കൽ ഫീവർ സിൻഡ്രോംസ് എന്ന് പറഞ്ഞാൽ വൺ ഈസ് ദ പ്രസൻസ് ഓഫ് എസ്കാർ ആൻഡ് അതർ ഈസ് ദ പ്രസൻസ് ഓഫ് റീജിയണൽ ഓർ ജനറലൈസ്ഡ് ലിംഫാഡിനോപ്പതി. യൂഷ്വലി നമ്മൾ റീജിയണൽ ലിംഫാഡിനോപ്പതി പറയുന്നത് യൂഷ്വലി ഒരു എസ്കാർ ഉണ്ടെങ്കിൽ എസ്കാറിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലോക്കൽ ലൊക്കേഷനിൽ ദർ ക്യാൻ ബി റീജിയണൽ ലിംഫാഡിനോപ്പതി എന്ന് പറയാറുണ്ട്. അലോങ് വിത്ത് ദാറ്റ് ഓൾസോ ദർ ക്യാൻ ബി ജനറലൈസ്ഡ് ലിംഫാഡിനോപ്പതി ഈ ഒരു ഫീവർ സിൻഡ്രോമിൽ സ്ക്രബ് ടൈഫസിൽ കാണാം. ആൻഡ് അതർ ക്ലിനിക്കൽ ഫീച്ചർ വിച്ച് ഡിഫറൻഷിയേറ്റഡ് ഫ്രം അതർ ഫീവർ സിൻഡ്രോംസ് പറഞ്ഞാൽ യൂഷ്വലി എസ്കാർ ആണ്. അത് ഞാൻ അടുത്ത് പറയുന്നുണ്ട്. യൂഷ്വലി ഒരു നമ്മൾ ഒ പിയിൽ വരുമ്പോൾ ഒരു അക്യൂട്ട് അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഫെബ്രൈൽ ഇൽനെസ് ഓഫ് 5 days or more വിത്ത് ഓർ വിത്തൗട്ട് ഒരു പ്രസൻസ് ഓഫ് എസ്കാർ ഷുഡ് ബി സസ്പെക്ടഡ് ആസ് എ കേസ് ഓഫ് റിക്കർസിയൽ ഇൻഫെക്ഷൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എസ്കാർ ഉണ്ടെങ്കിൽ ഇഫ് ദ ഫീവർ ഡ്യൂറേഷൻ ഇസ് ലെസ് ദാൻ 5 years ആണെങ്കിലും ദാറ്റ് ഇസ് എ സ്ക്രബ് ടൈഫസ്. അപ്പം ഒരു അക്യൂട്ട് അൺഡിഫറൻഷിയേറ്റഡ് ഫെബ്രൈൽ ഇൽനെസ് ഓഫ് 5 days or more വിത്ത് ഓർ വിത്തൗട്ട് എസ്കാർ, അത് ഒ പിയിൽ വന്നാൽ നമ്മൾ സ്ക്രബ് ടൈഫസ് എപ്പോഴും നമ്മുടെ സിനാറിയോയിൽ സസ്പെക്ട് ചെയ്തിരിക്കണം. ആൻഡ് ഇഫ് എസ്കാർ കാണുവാണെങ്കിൽ ഫീവർ ലെസ് ദാൻ 5 days ആയാൽ പോലും ദാറ്റ് ഇസ് എ സ്ക്രബ് ടൈഫസ്. ആൻഡ് യൂഷ്വലി പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്നത് അഗെയിൻ ആൻഡ് അഗെയിൻ ഒ പിയിൽ ഫീവർ ആയിട്ട് പേഷ്യന്റ് പ്രസന്റ് ചെയ്യാണ് ചെയ്യുക. ഒരു ടോക്സിക് ലുക്കുള്ള പേഷ്യന്റ് ഫീവർ ആയിട്ട് ഒ പിയിൽ പ്രസന്റ് ചെയ്യുന്നു ലൈക്ക് അതർ ഫെബ്രൈൽ ഇൽനെസസ്. ആൻഡ് നമ്മൾ പലതരം ആന്റിബയോട്ടിക് കൊടുക്കുന്നു, ദാറ്റ് ഈസ് നോട്ട് ഇംപ്രൂവിങ് അൺലെസ് വി ആർ ഗിവിംഗ് ഡോക്സിസൈക്ലിൻ. അപ്പം ഇപ്പൊ ഒരു ലെപ്റ്റോസ്പൈറോസിസ് ഫീവർ ആണെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് സസെപ്റ്റബിൾ ടു മെനി ആന്റിബയോട്ടിക്സ് ആൻഡ് ഇറ്റ് വിൽ യൂഷ്വലി ദ ഫീവർ വിൽ സബ്സൈഡ് വിത്ത് ആന്റിബയോട്ടിക്. പക്ഷേ ഒരു സ്ക്രബ് ടൈഫസ് പേഷ്യന്റ് യൂഷ്വലി നമ്മളൊരു ആന്റിബയോട്ടിക് കൊടുത്തു വിട്ടു അതർ ദാൻ ഡോക്സിസൈക്ലിൻ, യൂഷ്വലി പേഷ്യന്റ് വിൽ കം ബാക്ക് ആൻഡ് അഗെയിൻ അപ് ടു 2 weeks 3 weeks ഒക്കെ പേഷ്യന്റ് ഫീവർ ആയിട്ട് പ്രസന്റ് ചെയ്യാം ആൻഡ് ടിൽ അതർ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വി ഹാവ് ടു സസ്പെക്ട് സ്ക്രബ് ടൈഫസ്. അപ്പം നമ്മൾ അലോങ് വിത്ത് ദ മാനിഫെസ്റ്റേഷൻസ് പ്രസന്റേഷൻസ് നമ്മൾ പറഞ്ഞു ഒരു മാക്യുലർ പാപ്പുലർ റാഷ്, എസ്കാർ ആൻഡ് ലിംഫാഡിനോപ്പതി, അത് മൂന്നുമാണ് ഇതിനൊരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മാക്യുലർ പാപ്പുലർ റാഷ് നമ്മൾ യൂഷ്വലി കാണുന്നത് ഇൻ ഫെയർ കോംപ്ലക്ഷൻ ഇൻഡിവിജ്വൽസിലാണ് നമ്മൾ മാക്യുലർ പാപ്പുലർ റാഷ് കൂടുതൽ കാണുന്നത്. പിന്നെ അതർ ഈസ് ദ എസ്കാർ. എസ്കാർ എന്ന് വെച്ചാൽ എസ്കാർ എന്ന് വെച്ചാൽ ഒരു ചിഗർ മൈറ്റ് കടിച്ച ഒരു ഏരിയയിൽ യൂഷ്വലി ദർ ബി ആൻ നെക്രോട്ടിക് സെന്റർ ഉള്ളൊരു അൾസർ വിത്ത് ഒരു സ്കാബ് ഓവർ ഇറ്റ് ആൻഡ് സറൗണ്ടിങ് എർത്തിമാറ്റസ് ഹാലോ, അതിനെയാണ് നമ്മൾ യൂഷ്വലി എസ്കാർ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി ഒരു എസ്കാർ ഒരു വൈറ്റ് കോംപ്ലക്ഷൻ ഇൻഡിവിജ്വലിൽ എസ്കാർ ആയിട്ട് പറയാം. ഇത് യൂഷ്വലി നമ്മുടെ കോംപ്ലക്ഷൻ ഇൻഡിവിജ്വൽസിൽ എസ്കാർ ആയിട്ട് കാണുന്ന യൂഷ്വലി ഇതെല്ലാം ആയിരിക്കും. ഇതെല്ലാമാണ് അതിന്റെ ഇമേജസ്, പല ഇമേജസ്. ഒരു ജസ്റ്റ് ഒരു അൾസർ തൊട്ട് ഒരു ഡെഫിനിറ്റ് എസ്കാർ വരെയുള്ള പിക്ചേഴ്സ് കാണാം. അപ്പൊ എസ്കാറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യൂഷ്വലി ഇറ്റ് ഇസ് സീൻ ഇൻ ദ വാമർ ഏരിയാസ്. അപ്പൊ യൂഷ്വലി ഒരു ചിഗർ മൈറ്റ് നമ്മുടെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ യൂഷ്വലി ഇറ്റ് വിൽ മൈഗ്രേറ്റ് ടു ദ വാമർ ഏരിയാസ് ഓഫ് ദ ബോഡി ലൈക്ക് ആക്സില അല്ലെങ്കിൽ ഗ്രോയിൻസ്, അണ്ടർ ദ ബ്രസ്റ്റ് അല്ലെങ്കിൽ മെയിൽസിലെ സ്ക്രോട്ടൽ ഏരിയാസ്, അങ്ങോട്ടെല്ലാം മൈഗ്രേറ്റ് ചെയ്യുകയും ഇറ്റ് വിൽ ലോഡ്സ് ദെയർ ആൻഡ് ഇറ്റ് വിൽ ഫീഡ് ഫ്രം ദ ടിഷ്യൂ ഫ്ലൂയിഡ്സ്. അപ്പം ആ ഫീഡ് ചെയ്യുന്ന ഏരിയയിലാണ് യൂഷ്വലി എസ്കാർ ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സീൻ ഓൺലി ഇൻ ലെസ് ദാൻ 20% ഓഫ് കേസസ് ആൻഡ് യൂഷ്വലി ഇറ്റ് ഇസ് എ പെയിൻലെസ് ആയിരിക്കും. പെയിൻലെസ് ആയതുകൊണ്ട് തന്നെ ഒരു പേഷ്യന്റ് വന്നിട്ട് നമ്മളോട് ഒരു എസ്കാർ ഉണ്ടെന്ന് പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ വി ഹാവ് ടു സെർച്ച് ഫോർ ആൻ എസ്കാർ ഇൻ എ സസ്പെക്ടഡ് കേസ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എസ്കാറിനെ നോക്കുന്നത് മിക്കവാറും നമ്മുടെ ഒരു ബിസി ഒ പിയിൽ അല്ലെങ്കിൽ ഒരു ബിസി വാർഡിൽ പേഷ്യന്റിനെ അഡ്രസ് ചെയ്ത് ഈ ഒരു ഹിഡൻ സൈറ്റ്സിൽ എസ്കാറിന് വേണ്ടി നോക്കാമെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട്. സോ എസ്കാർ ഒരു യൂഷ്വലി ഒരു ഡയഗ്നോസ്റ്റിക് ക്ലൂ ആണെങ്കിൽ പോലും അതിനെ യൂഷ്വലി അങ്ങനെ നമുക്ക് കിട്ടാറില്ല. പിന്നെ ഒരു പെയിൻലെസ് ആയിട്ടുള്ളൊരു യൂഷ്വലി ഒരു സ്ക്രോട്ടൽ ഏരിയയിൽ അല്ലെങ്കിൽ ലേബിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രസന്റ് ഓൺലി ആസ് എൻ അൾസർ, നോട്ട് എ ടിപ്പിക്കൽ എസ്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് മേ ബി മിസ്റ്റേക്കൺ ഫോർ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. യൂഷ്വലി നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോൾ കാണുന്ന പ്രത്യേകതകൾ ലൂക്കോപീനിയാണ് കാണാം. യൂഷ്വലി ഇൻ ലെപ്റ്റോസ്പൈറോസിസ് വിൽ ഗെറ്റ് എ ലൂക്കോസൈറ്റോസിസ് വിത്ത് neutrophilia, and here we will get a leukopenia with a relative lymphocytosis. പക്ഷേ in some patients there can be normal WBC counts and some patients there can be
elevated WBC counts usually, but classical is a leukopenia with relative lymphocytosis, and also there will be thrombocytopenia. And LFT there can be elevation of bilirubin and with only moderate elevation of SGOT and SGPT with highly elevated ALP levels. That is usually due to cholestatic jaundice. Usually there is no extensive hepatocyte damage, so SGOT, SGPT will not rise much. Usually will not rise above 5 times above upper limit of normal, and bilirubin will be elevated because of cholestasis, and ALP will be highly elevated. That is usually LFT. And ECG usually myocarditis develop ECG tachycardia STT changes, chest X-ray pneumonitis features. If patient is having clouding of consciousness, we may need an MRI or EEG. നേരത്തെ വീൽഫെലിക്സ് ടെസ്റ്റ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെ യൂഷ്വലി ടെസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ ലേറ്റ് ഫൈൻഡിങ് ആയിട്ടാണ് കിട്ടുക. സ്ക്രബ് IgM ELISA കിട്ടാം. ദാറ്റ് ഇസ് ഓൾസോ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് വി നീഡ് എ 4-fold റൈസ് ഇൻ ദ ആന്റിബോഡി ടൈറ്റർ. ട്രീറ്റ്മെന്റ് യൂഷ്വലി എനി അതർ ഒരു ഫെബ്രൈൽ സിൻഡ്രോത്തിനെ പോലെ ആന്റിപൈററ്റിക്സ് വേണം. ആൻഡ് അതർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇസ് അവോയ്ഡിങ് NSAID, പർട്ടിക്കുലർലി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമുക്ക് OP എന്ന് കാണുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ ആണ് മെഫ്റ്റാൽ. മെഫനമിക് ആസിഡ് പലപ്പോഴും NSAID ആണെന്ന് പോലെ ആലോചിക്കാതെ പലരും ഫോർ ഫീവർ കൺട്രോൾ ആൻഡ് ബോഡി ഏക്ക് കൺട്രോളിന് വേണ്ടി കൊടുക്കാറുണ്ട്. പിന്നെ ടെപ്പിഡ് സ്പഞ്ചിങ് ആൻഡ് ഹൈഡ്രേഷൻ. ദെൻ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇൻ അഡൾട്ട്സ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഇസ് ഡോക്സിസൈക്ലിൻ 100 mg BD ആഫ്റ്റർ ഫുഡ് ഫോർ 5 to 7 days. Usually for 7 days ആണ് drug of choice. If the patient is, we cannot give doxycycline like in antenatal or lactating, here we can give azithromycin, or if in resistant cases we can use rifampicin along with the doxycycline or azithromycin, we can use rifampicin. Drug of choice in the it is doxycycline. So again, for undifferentiated fever in the OP with the features suggestive of rickettsial illness, we can give doxycycline. That will cover both our fever syndromes, leptospirosis and scrub typhus. So we can safely use doxycycline in OP. And chemoprophylaxis using doxycycline 100 mg once weekly after food and up to 6 weeks after exposure. So that's about the scrub typhus. And next is leptospirosis. As we know, like other fever syndromes, again there is a fever, chills, headache, loss of appetite, redness of eyes, myalgia, and conjunctival softness. That is usually common findings, and usually the fever will be present in fever. There can be high grade fever with the chills and generalized headache, and there can be muscle pain. Muscle pain usually will be we will get over the large muscles of the body, long muscles of the body, like in the back, rectus spinae, or in the thigh muscles is the most common sites. And there can be conjunctival redness. That is a feature which is differentiated from other fever syndromes. And there can be pneumonitis and cough. So clinical features, it can be a usually around 90% of the cases, usually it is a mild self-limited illness or subclinical illness. And in 10% of the cases, it will go to sort of severity. Usually there is abrupt onset of fever with the rigors and myalgias and headache in up to 75 to 100% of cases. And incubation period in normal usually it is around 2 to 26 days. Average incubation period is around 10 days. And conjunctival suffusion is an important sign that is usually overlooked. But if it is present in a patient with a non-specific febrile illness, it is highly suggestive of leptospirosis. Then there can be some subconjunctival hemorrhage, non-productive cough due to pneumonitis, nausea, vomiting, and diarrhea. Diarrhea can be in up to 50% of cases. There can be arthralgias, bone pain, sore throat, and abdominal pain. And muscle tenderness can be present over the long muscles of the body. Splenomegaly, there can be lymphadenopathy, pharyngitis, hepatomegaly, muscle rigidity, and abnormal findings on auscultation of the lungs. And skin rash can be seen in around 7 to 40% of cases, and there can be acalculous cholecystitis and pancreatitis. So usually leptospirosis it is a bimodal, biphasic illness. Usually there can be first febrile phase, or first phase of febrile phase, that is a bacteremic phase. Other bacteria bloody phase, bacteremic phase that will last for around 7 days.
and up to after that first phase there will be a second phase, that is an immune phase, that is usually occur due to the cytokine storm and all, and usually on this phase lana usually നമുക്ക് complications എല്ലാം develop ചെയ്യുന്നത്. അപ്പം immune phase ൽ leptospirosis will be absent from the blood but will appear in the urine. അപ്പം ഒരു severe disease ൽ it will overlap clinically. The severe disease ഉണ്ടാകുന്നതിനെ പറ്റി usually decide ചെയ്യുന്നത് the amount of inoculum ആണ്. Usually in ഒരു flood season അല്ലെങ്കിൽ ഒരു farmers who are constantly working in water, muddy water, അങ്ങനെയൊക്കെ ഉള്ളവരിൽ usually the load of inoculum will be very very high. So they can develop symptoms, severe symptoms very early, and in these cases the two phases may overlap clinically, and this lead to this will lead to early complications and death. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മളൊരു 5 days അല്ലെങ്കിൽ 6 days തന്നെ after presentation death കാണാറുണ്ട്. And there can be aseptic meningitis if the CSF is examined after 7 days of illness കാണാം. And most of these complications are due to the post-immune response. Imbalance ആയിട്ടുള്ള post-immune response ആണ് most of these complications ഉണ്ടാകുന്നത്. And there can be jaundice and renal failure in the severe illness. That severe illness is known as a Weil's disease. Weil's disease is jaundice and renal failure ഉണ്ടാകാം. There can be pulmonary hemorrhage ഉണ്ടാകാം. And finally there can be ARDS needing ventilatory support. There can be uveitis, optic neuritis, peripheral neuropathy, myocarditis and rhabdomyolysis. Jaundice നമ്മൾ usually leptospirosis പറയുമ്പോൾ again like in scrub typhus, again jaundice is usually due to cholestasis, inflammation and cholestasis, and so extensive hepatocyte damage is not there. So SGOT, SGPT elevation will be moderate only, and bilirubin elevation will be very bilirubin can go very high, up to 30 ഒക്കെ bilirubin പോകാം. എന്നാൽ പോലും SGOT, SGPT will go around 200 to 300 only. അങ്ങനത്തെ usually the coagulation factors ഒക്കെ normal ആയിരിക്കും because of liver failure ഉണ്ടാവില്ല. അതുപോലെ തന്നെ renal failure in leptospirosis can occur due to two reasons. ഒന്ന് ഒരു direct cytotoxicity of the organism, and other is due to acute interstitial nephritis and tubular injury. That details I will tell later. And renal failure in ഒരു leptospirosis usually it will be non-oliguric. അതായത് മൂത്രത്തിന്റെ അളവ് കുറയണമെന്നില്ല. അതുപോലെ തന്നെ usually in other acute renal failures usually we will get hyperkalemia, and here we will get hypokalemia. So and other complication is severe pulmonary disease characterized by pulmonary hemorrhage, and it's a serious complication of leptospirosis, and it can develop into ARDS and death. So there can be two forms of leptospirosis. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു anicteric phase, anicteric leptospirosis. Anicteric leptospirosis usually it is a milder form of leptospirosis, and there can be an icteric, that is a complicated form of leptospirosis that is classically called as a Weil's syndrome. അപ്പം ഈ രണ്ടിനെ നമുക്ക് ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് ആയിട്ട് തിരിക്കാം. അപ്പം anicteric phase-ന്റെ ഫസ്റ്റ് ഫേസിൽ there can be myalgia, headache, abdominal pain, that is classical fever syndrome, and along with that second phase like വരുമ്പോൾ more than 50% of cases will be asymptomatic ആയിരിക്കും. പക്ഷെ some cases may develop meningitis, uveitis, rash and fever may persist due to the immunologic features. And icteric leptospirosis പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും we will get after the first phase of leptospirosis, leptospiremic phase കഴിഞ്ഞിട്ട് നമുക്ക് ഒരു leptospiruric phase വരും. ആ leptospiruric phase ൽ we will get the complications will be due to immunologic injury കാരണമുള്ള complications ആണ് usually വരുന്നത്. And complications usually jaundice, hemorrhagic manifestations, renal failure, myocarditis and ARDS. Our experience usually death is due to myocarditis and ARDS, because jaundice will not cause liver failure in most of the cases, and renal failure we can most of the cases we can treat with the RRT, renal replacement therapy, and rapidly leading to death will be the features of myocarditis and ARDS. So നമ്മൾ ഇത് കണ്ടത് വെച്ചിട്ട് നമുക്ക് അതായത് our aim is to detect the disease early, suspect the disease early, treat the disease with antibiotics early, and avoid from going from the first phase to the second phase. That is immunologic phase ആണ് the complication phase എന്ന് പറയുന്നത്. Immunologic phase വരുമ്പോഴത്തേക്കാണ് usually the complications of disease develop ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ aim is to
detect the disease early. അപ്പോൾ നമുക്ക് എപ്പോഴും ലാബ് ക്രൈറ്റീരിയ വെച്ചിട്ട് ലെപ്റ്റോസ്പൈറോസിസ് നമുക്ക് early detect ചെയ്യാൻ പറ്റില്ല. കാരണം PCR ആണ് early detection ഇതെന്ന് പറയുന്നത്, early detection ഉള്ള ലാബ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അത് is not available in most of the centers. And other is IgM, that will be positive only after the first week, by which we will lose the window to treat the disease early. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെക്കൻഡ് ഫേസിലേക്ക് പോകുന്ന ഇമ്മ്യൂൺ ഫേസ് ആൻഡ് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിനെ തടയണമെങ്കിൽ we have to treat the disease early. Treat the disease early with the antibiotics. So അതുകൊണ്ട് ഒരു മോഡിഫൈഡ് ഫെയിൻസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ട്. നമുക്കൊരു ക്ലിനിക്കൽ ഡേറ്റ ഉണ്ട്, എപ്പിഡമിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ആൻഡ് ബാക്ടീരിയോളജിക്കൽ ലാബോറട്ടറി ഫൈൻഡിങ്സ് ഉണ്ട്. അതിന് പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. സോ ഇതനുസരിച്ചിട്ട് സിംറ്റംസിന് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പിഡമിയോളജിക്കൽ ഫാക്ടേഴ്സ്, മെയിൻലി റെയിൻഫോൾ ആൻഡ് കോൺടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് എൻവയോൺമെന്റ് ആൻഡ് അനിമൽ കോൺടാക്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എപ്പിഡമിയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്, അവർക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വി ക്യാൻ ഡയഗ്നോസ് ദ ഡിസീസ് വിത്ത് possible leptospirosis in the OP, we can diagnose with the clinical data and epidemiological data only, without the involvement of lab findings, and we can treat the disease empirically early in the disease course. So we can avoid the progression to the immunologic phase, which is a phase of complications. Adana here modified Fain's criteria importance. We can diagnose the disease only based on the clinical data and epidemiological factors. That is important for avoiding complications. ലാബ് ക്രൈറ്റീരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്ക് PCR ആണ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. പക്ഷേ PCR will not be available in most of the centers, and for early diagnosis we have to depend on the clinical and epidemiological features. So when a patient come to OP in the primary care level through suspected fever syndrome in the right epidemiological settings, നമ്മുടെ OP ൽ വന്നാൽ with a fever, headache, myalgia with or without diarrhea, drug of choice in the OP management എന്ന് പറഞ്ഞാൽ doxycycline ആണ്. Again, after food, doxycycline is notorious to produce gastritis and GERD symptoms, GERD symptoms. So doxycycline should be given after food. 100 milligram BD for 7 days is a drug of choice of leptospirosis. If doxycycline contraindicated ആണെങ്കിൽ we can use amoxicillin 500 mg TDS or ampicillin 500 6 hourly, or if allergic to penicillin we can even use azithromycin or quinolones. അപ്പം ഇത് വെച്ചിട്ട് നമുക്കറിയാം ഈ leptospirosis എന്ന് പറഞ്ഞാൽ is a very fragile organism and it is susceptible to many of the most of the antibiotics. അതുകൊണ്ട് തന്നെ our aim is to give antibiotic therapy early in the course. Early suspicion and early antibiotic therapy എന്നുള്ളതാണ് നമ്മുടെ aim എന്ന് പറയുന്നത്, along with the avoidance of other medications that can worsen the scenario like NSAIDs. Then along with the management in the primary care, we have to look for complications. Most important is to auscultate for lung crepitations that can be early finding in developing ARDS or fluid overload features. And in the scenarios like post-monsoon scenarios, like post-flood scenario, treatment of leptospirosis should be based on the clinical features alone. There is no need to depend on the lab criteria for the clinical diagnosis of leptospirosis. And lab testing is for surveillance purpose only, and so ELISA blood test will be positive only after 7 days. So we have to depend upon the clinical and epidemiological data for treatment, and early treatment can avoid the immune phase in most of the cases, and we can prevent death. So next is a criteria for referral to higher center. All pregnant ladies, comorbidities like uncontrolled diabetes, cirrhosis, chronic kidney disease, coronary artery disease, COPD, immunosuppression like HIV, malignancies, hematologic disorders, and those on chronic steroids or other immunosuppressants like SLE patients or organ transplant patients, all should be referred to higher center for further management. And along with this, check for red flag signs. What are the red flag signs? One is tachypnea. Tachypnea more than 24 per minute is an early pre-runner of developing ARDS. Then tachycardia out of proportion to fever. That is, if every 1 degree Fahrenheit rise in temperature, we will get a rise of heart rate for 10 per minute. Then if it is out of proportion to this, tachycardia is out of proportion to this, we have to suspect developing myocarditis. Hypotension, that is systolic BP less than 100, again sign of developing myocarditis. Cold clammy extremities. Then altered sensorium. Altered sensorium in the tropical fever syndromes is considered as an equivalent of tissue hypoxia. So tissue hypoxia means
It can be a developing hypotension, can be developing myocarditis, or it can be developing ARDS. So altered sensorium also is a red flag sign, and along with that jaundice, oliguria or hemorrhagic manifestations, and along with that, during auscultation of chest, if we are getting lung crepitations also, we have to send the patient for a higher center consultation. So if there is no red flag signs, patient can be discharged from the primary care center itself with the doxycycline daily follow-up, and patient should be educated about the red flag signs and should be instructed to come back if there is any red flag signs are present. In the secondary care level, investigations are needed like hemoglobin, total count, DC, ESR, platelet, RBS, LFT, RFT, sodium, potassium, and urine routine examination. Total count, we will usually get a leukocytosis with the neutrophilia, neutrophilic leukocytosis with elevated ESR and thrombocytopenia. In LFT, already I said that LFT usually only some elevated bilirubin with only moderate elevation of SGOT and SGPT along with a high alkaline phosphatase will be there. Features of cholestatic jaundice. And in RFT, you may get different pictures like only mild elevation of creatinine with the high disproportionate urea elevation in pre-renal failures to normal AK, acute kidney injury. Then there can be hypokalemia. Hypokalemia is there can be hyperkalemia or hypokalemia, but in classical leptospirosis renal failure, usually it is hypokalemia. This is because in classical leptospirosis, the kidney injury is acute interstitial nephritis, which causes a concentration defect in the kidney, causing polyuria, that is non-oliguric renal failure, and loss of potassium in urine, causing hypokalemia. In urine routine examination, we may get subnephrotic proteinuria, urine pus cells present with the sterile culture, that is sterile pyuria, granular cast in the urine, and there can be RBCs in urine. And usually in urine routine examination of these patients may be mistaken as a after urine routine examination, patient may be wrongly treated for UTIs. If there is oliguria along with severe myalgia, we have to look for total CPK, total creatine phosphokinase, to rule out rhabdomyolysis, presence of rhabdomyolysis. And if there is worsening jaundice, we have to rule out coagulopathy, that is liver failure coagulopathy. We have to do PTINR. If there is hemorrhagic manifestation, platelet should be repeated along with the peripheral smear, PTINR and APTT. If thrombocytopenia with the altered sensorium, we have to rule out cerebral hemorrhage with the CT brain. And if there is hypotension with the related tachycardia, we have to rule out myocarditis. It can be a pre-runner of myocarditis. We have to do troponins. So if there is along renal failure is present, we have to do prop I other than prop T. And severe epigastric pain may be an indicator of pancreatitis. We have to do amylase lipase. And along with this, we have to rule out other tropical fever syndromes. So that should be done in the secondary care level. And patients, our assumption is that patient coming to the secondary care level is the patient needing admission. So admitted patients, our drug of choice is crystalline penicillin. That is to be started immediately at a dose of 20 lakh unit IV 6 hourly after test dose. And the first dose of injection CP is to be given as a supervised dose with the patient in the supine position with all modalities to tackle an anaphylactic reaction if anything occurs. Penicillin allergy ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് alternative ആയിട്ട് ceftriaxone കൊടുക്കാം. 1 gram IV BD after an active skin test. If ceftriaxone is not available, we can give cefotaxime. And if taxime is also not available, we can give alternatives like IV azithromycin or even quinolones or IV doxycycline 200 milligram loading dose followed by 100 milligram IV BD. നമ്മൾ യൂഷ്വലി പറയുന്ന ഇഞ്ചക്ടബിൾ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 days ഇഞ്ചക്ടബിൾ മെഡിക്കേഷൻ ഷുഡ് ബി കണ്ടിന്യൂഡ് ആൻഡ് ഓൺലി ആഫ്റ്റർ ദാറ്റ് വി വിൽ സ്വിച്ച് ഓവർ ടു സോൾട്ട് ഓറൽ മെഡിക്കേഷൻസ് എന്നുള്ളതാണ് യൂഷ്വലി പറയുന്നത്. അപ്പം ഇതുകൊണ്ടെല്ലാം ഓറൽ തെറാപ്പി ആയാലും ഒരു IV തെറാപ്പി ഇഞ്ചക്ടബിൾ തെറാപ്പി ആയാലും നമ്മൾ കാണുന്നത് യൂഷ്വലി എന്താണ്, ലെപ്റ്റോസ്പൈറൈസ് യൂഷ്വലി സസെപ്റ്റബിൾ ടു ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ ആന്റിബയോട്ടിക്സ്. ആൻഡ് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ it should be tackled early in the early phase first phase that should be tackled to avoid complications in the second immune phase, that is a
important thing. That is an important take-home message from this. And tertiary care referral should be done if there is hypotension with a disproportionate increase in heart rate, that is myocarditis, or there is developing ARDS requiring ventilatory therapy, or there is hepatic damage, or if there is oliguria not responding to fluid challenge. That is, fluid challenge means we can give, if there is no fluid overload features or myocarditis features, we can try a fluid challenge. Fluid challenge is giving around 1 liter of normal saline over 30 minutes. And if oliguria is not improving, that is not a pre-renal failure. If oliguria is not improving, it is not a pre-renal failure. That is an intrinsic renal failure. In that case, that may worsen and patient may need dialysis support, renal replacement therapy. Then in that case, patient to be referred to the tertiary care center where there is nephrology care and dialysis support is available. If there is hemoptysis, melena, upper GI bleed, menorrhagia, if anything is present, we have to refer the patient to the tertiary care center. Or if there is alteration of sensorium persisting even after correction of the electrolytes, we need referral to the tertiary care center. This is about the chemo prophylaxis for doxycycline, particularly in endemic areas. If there is a time of flood and all, if there is only one-time contact, we can take it as a low risk, and doxycycline can be given 200 milligram once weekly for 2 consecutive weeks. If it is only one-time contact. If there is continuing contact, doxycycline to be given. Continuing contact is usually occurring in flood areas, farmers, cattle work continuous contact ഉണ്ടാവാനുള്ള chance ഉണ്ട്. അപ്പോൾ നമുക്ക് doxycycline prophylaxis is very important. And once a week, evidences കുറവാണെങ്കിലും our scenario doxycycline prophylaxis is very important, and it is found that doxycycline prophylaxis കൊടുക്കുന്നതിലൂടെ death rate ഉം severe illnessന്റെ rate കുറയ്ക്കാൻ പറ്റുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ സിനാരിയോയിൽ. അത് doxycycline 200 milligram once a week as long as the exposure continues ആണ് നമ്മൾ prophylaxis കൊടുക്കേണ്ടത്. ഈ prophylaxis കൊടുക്കുന്നതിലൂടെ we may not be, നമുക്കൊരു ഡിസീസ് ഫുൾ ആയിട്ട് ഉണ്ടാവുന്നതിനെ തടയാൻ പറ്റില്ല, പക്ഷേ സിവിയർ ഫീച്ചേഴ്സ് ഓഫ് ഡിസീസ് ആൻഡ് കോംപ്ലിക്കേഷൻസ് ആൻഡ് ഡെത്തിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പം ടേക്ക് ഹോം മെസ്സേജ് ഫ്രം ദ ലെപ്റ്റോ സ്ലൈഡ്സ് ആർ early diagnosis, early suspicion, and if needed, empiric treatment. Clinical diagnosis and treatment are most important factor. Other than the right antibiotic, any antibiotic which is any antibiotic usually in the right time are most important factor by which we can prevent most of the deaths. Next is dengue fever. Epidemiology already പറഞ്ഞു കഴിഞ്ഞു. This is the earlier WHO classification of dengue infection. That is asymptomatic and symptomatic. Symptomatic ne thanne undifferentiated aayittulla symptomatic dengue fever syndrome undu, dengue hemorrhagic fever undu. Appo idayirunnu nerthe ulla oru classification പറഞ്ഞാൽ. ഇപ്പോൾ ഉള്ള classification usually dengue with warning signs, dengue with warning signs or without warning signs, then dengue with severe dengue fever. That is severe dengue fever എന്ന് പറഞ്ഞാൽ severe dengue with plasma leakage, severe hemorrhage or severe organ impairment. അതാണ് നമ്മൾ യൂഷ്വലി സിവിയർ ഡെങ്കു ഫീവർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു പ്രോബബിൾ ഡെങ്കു എന്ന് പറയുന്ന ആരാണ്? പ്രോബബിൾ ഡെങ്കു ഫീവർ എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഇസ് എ പേഴ്സൺ ലിവിങ് ഇൻ അല്ലെങ്കിൽ ട്രാവൽ ടു എ ഡെങ്കു എൻഡമിക് ഏരിയയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഫീവർ ഓർ എനി ഓഫ് ദ ടു ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? നോസിയ, വോമിറ്റിംഗ്, റാഷ്, എയ്ക്സ് ആൻഡ് പെയിൻസ്, ടൂണിക്കറ്റ് ടെസ്റ്റ് പോസിറ്റീവ്, ലൂക്കോപീനിയ or any warning signs or laboratory confirmed dengue ഉണ്ടെങ്കിൽ we should consider it as a probable dengue ആയിട്ട് കൺസിഡർ ചെയ്യണം. And if there is warning signs like abdominal pain or tenderness, persistent vomiting, clinically fluid accumulation like in pleural effusion or ascites, or there is edema which is indicative of plasma leakage, അതുണ്ടെങ്കിൽ mucosal bleed ഉണ്ടെങ്കിൽ, lethargy or restlessness, that is tissue hypoxia indicators ആണ് lethargy and restlessness എന്ന് പറയുന്നത്, അവയുണ്ടെങ്കിൽ, and liver enlargement more than 2 centimeters or laboratory parameters, that is hematocrit increase with a rapid decrease in the platelet count, ഇതെല്ലാമാണ് നമ്മുടെ വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നത്. ഈ വാർണിംഗ് സൈൻസ് ഉണ്ടെങ്കിൽ ഡെങ്കു സിവിയർ ഡെങ്കു ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിവിയർ ഡെങ്കു എന്ന് വെച്ചാൽ സിവിയർ പ്ലാസ്മ ലീക്കേജ് ലീഡിംഗ് ടു ഷോക്ക്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ വിത്ത് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാകുക, അല്ലെങ്കിൽ സിവിയർ ബ്ലീഡിംഗ് ഉണ്ടാകുക, അല്ലെങ്കിൽ സിവിയർ ഓർഗൻ ഇൻവോൾവ്മെന്റ്, ദാറ്റ് ഇസ് എക്സ്പാൻഡഡ് ഡെങ്കു സിൻഡ്രോം ലൈക്ക്
liver involvement ഉണ്ടാകാം, CNS involvement ഉണ്ടാകാം, heart involvement ഉണ്ടാകാം, kidney injury ഉണ്ടാകാം. That is all expanded dengue syndrome. അപ്പം dengue can be divided into dengue without warning signs, with warning signs, and severe dengue fever. So already പറഞ്ഞു, usually it will come as a febrile illness of 2 to 7 days duration ആയിട്ടാണ് വരിക. There can be headache, retroorbital pain, myalgia, arthralgia, rash, and hemorrhagic manifestations like any other tropical fever syndrome. Usually നമുക്കൊരു സ്റ്റേജ് ടൈം ലൈൻ എടുത്താൽ നമുക്ക് അതിനെ ഒരു ഫെബ്രൈൽ ഫേസ്, ഒരു ക്രിട്ടിക്കൽ ഫേസ്, ഒരു കൺവാലസെന്റ് ഫേസ്, ഇങ്ങനെ 3 ഫേസ് ആയിട്ട് തിരിക്കാം. ഫെബ്രൈൽ ഫേസ് ലാസ്റ്റ് ഫ്രം around 2 days to 7 days. 2 days to 7 days is the initial febrile phase. Initial febrile phase കഴിയുമ്പോൾ പേഷ്യന്റ് ഫെബ്രൈൽ ഫേസ് മാറുന്നു. ഈ ഫെബ്രൈൽ ഫേസ് മാറി കഴിഞ്ഞിട്ടാണ് there is a critical phase. അപ്പോൾ യൂഷ്വലി നമ്മൾ ഫെബ്രൈൽ ഫേസ് മാറി കഴിയുമ്പോഴത്തേക്കും പേഷ്യന്റ് വിത്തൗട്ട് ഡിസീസ് ആയി എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ ആഫ്റ്റർ ദ ഫെബ്രൈൽ ഫേസ് ഈസ് ദ യൂഷ്വലി ദ ഇമ്മ്യൂണോളജിക് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഫേസ് വരുന്നത്. ക്രിട്ടിക്കൽ ഫേസിലാണ് മോസ്റ്റ് ഓഫ് ദ കോംപ്ലിക്കേഷൻസ് ഓഫ് ഡെങ്കു ഫീവർ വരുന്നത്. ക്രിട്ടിക്കൽ ഫേസ് നമ്മൾ 2 to 7 days ഫെബ്രൈൽ ഫേസ് എന്ന് പറഞ്ഞു. ക്രിട്ടിക്കൽ ഫേസ് ക്യാൻ സ്റ്റാർട്ട് അറ്റ് എനി ടൈം ഓഫ് ദിസ് 2 to 7 days ക്രിട്ടിക്കൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ക്രിട്ടിക്കൽ ഫേസ് യൂഷ്വലി വിൽ ലാസ്റ്റ് ഫോർ അറൌണ്ട് 48 hours. അപ്പോൾ ക്രിട്ടിക്കൽ ഫേസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ഫേസിലാണ് യൂഷ്വലി നമ്മൾ ഡെങ്കു ഫീവറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ത്രോംബോസൈറ്റോപീനിയെ കുറിച്ചാണ് ആലോചിക്കുമെങ്കിലും ക്രിട്ടിക്കൽ ഫേസിൽ യൂഷ്വലി സംഭവിക്കുന്നത് ദ എൻഡോത്തീലിയൽ ഡാമേജ് ഉണ്ടാകുകയും ഒരു ലീക്കി ആൻഡ് സ്റ്റിക്കി എൻഡോത്തീലിയം ഉണ്ടാകുന്നു. ഈ ലീക്കി ആൻഡ് സ്റ്റിക്കി എൻഡോത്തീലിയം വിൽ ലീഡ് ടു capillary leakage and leakage of fluid, plasma leakage into the peritoneal cavity, pleural cavity, or skin, and it can lead to platelet damage and thrombocytopenia that can lead to hypotension, shock, bleeding, etc. That is a critical phase. And critical phase next phase is a critical phase. Usually it will last for around 48 hours only. And after that there is a convalescent phase. Convalescent phase is usually whatever fluid which we are given from outside to the critical phase, or whatever fluid which came out from the intravascular space to the interstitial space during the critical phase. അപ്പം ഈ ക്രിട്ടിക്കൽ ഫേസിൽ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് വന്ന ഫ്ലൂയിഡ്സ്, നമ്മൾ കൊടുത്ത ഫ്ലൂയിഡ്സ് ആയാലും ബോഡിയിലുള്ള ഫ്ലൂയിഡ്സ് പുറത്തേക്ക് വന്നായാലും ദാറ്റ് ഫ്ലൂയിഡ്സ് വിൽ ബി റീ അപ്ടേക്ക് നടക്കുന്നത് ഇൻ ദ കൺവാലസെന്റ് ഫേസ് ആണ്. അപ്പൊ കൺവാലസെന്റ് ഫേസിൽ റീ അപ്ടേക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ if you are giving more fluids during the critical phase or during the febrile phase, ആ ഫ്ലൂയിഡ്സ് എല്ലാം നമുക്ക് ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് വരികയും ആ ഫ്ലൂയിഡ്സ് വിൽ ബി റീഅപ്ടേക്ക് ഡ്യൂറിംഗ് ദ കൺവാലസെന്റ് ഫേസ് ഉണ്ടാകുകയും പേഷ്യന്റിന് ഫ്ലൂയിഡ് ഓവർലോഡ് ഫീച്ചേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. അപ്പം ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നോയിങ് അബൌട്ട് ദിസ് ഫേസസ്. അപ്പൊ നമുക്ക് ഒരു ഫ്ലൂയിഡ് മാനേജ്മെന്റ്, ഡെങ്കുവില് there is no definite antibiotic or antiviral therapy, only management is fluid therapy and avoidance of other complications like shock. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ വെൻ ടു ഗീവ് ഫ്ലൂയിഡ്സ് എന്നുള്ളത് അറിയുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഡ്യൂറിംഗ് ദ ഫെബ്രൈൽ ഫേസ് ഇഫ് ദ പേഷ്യന്റ് ഇസ് ടേക്കിംഗ് ഓറലി ദർ ഇസ് നോ നോസിയ വോമിറ്റിംഗ് വിച്ച് ഇസ് കോസിംഗ് ഡിക്രീസ് ഫ്ലൂയിഡ് ഇൻടേക്ക്, പേഷ്യന്റ് ക്യാൻ ടേക്ക് ഓറൽ ഫ്ലൂയിഡ്സ്. ഈ ഫേസിൽ കൂടുതൽ ഫ്ലൂയിഡ്സ് കൂടുതൽ IV ഫ്ലൂയിഡ്സ് കൊടുത്താൽ ഇഫ് ദ പേഷ്യന്റ് ഗോസ് ടു ക്രിട്ടിക്കൽ ഫേസ് ദ പേഷ്യന്റ് ക്യാൻ ഈ ഫ്ലൂയിഡ്സും പേഷ്യന്റിന്റെ എൻഡോജനസ് ഫ്ലൂയിഡ്സും ക്യാൻ കം ഫ്രം ദ ഇൻഡസ്ട്രീഷ്യൽ കം ടു ദ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് ആൻഡ് ഈ ഫ്ലൂയിഡ്സ് വിൽ ബി റീഅപ്ടേക്കൺ ഡ്യൂറിംഗ് ദ കൺവാലസെന്റ് ഫേസ്. അപ്പം പേഷ്യന്റ് ക്യാൻ ഡെവലപ്പ് എ ഫ്ലൂയിഡ് ഓവർലോഡ് ആൻഡ് പേഷ്യന്റ് ഫ്ലൂയിഡ് ഓവർലോഡ് ഒരു ഡെത്ത് ഉണ്ടാവാനുള്ള സാധ്യത കൺവാലസെന്റ് ഫേസിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെൻ ടു ഗീവ് ഫ്ലൂയിഡ്സ് എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് വി നീഡ് ടു ഗീവ് IV ഫ്ലൂയിഡ്സ് ഓൺലി ക്രിസ്റ്റലോയിഡ്സ് ഓൺലി ഡ്യൂറിംഗ് ദ ക്രിട്ടിക്കൽ ഫേസ്. ഈ ഫെബ്രൈൽ ഫേസിൽ നോസിയ വോമിറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ വി ക്യാൻ ഗീവ് fluids during the critical phase and it is only requirement of IV fluids. Then again dengue hemorrhagic fever case with the clinical criteria of dengue fever varunu adinte kude hemorrhagic tendencies undu. Hemorrhagic tendencies nu vechal positive aayilla tourniquet test, fatigue, chemosis or purpura, bleeding from the mucosa, gastrointestinal tract, injection sites or other sites la bleeding undavu. Idellam hemorrhagic fever manifestations are. Along with that thrombocytopenia less than 1 lakh. Along with that a rise in the average hematocrit for age and sex above 20% of the baseline and more than 20% drop in the hematocrit following volume replacement treatment compared to the baselines, or signs like pleural effusion, ascites and hypoproteinemia all indicates a tissue leakage of fluids.
അപ്പം ഇതിനകത്ത് പോസിറ്റീവ് ട്യൂണിക്കേറ്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ യൂഷ്വലി നമ്മളൊരു ബ്ലഡ് പ്രഷർ മെഷർമെന്റ് നടത്തിയതിനു ശേഷം ഒരു സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബി പിയുടെ ഒരു മിഡ് ലെവലിൽ ബി പി കഫ് കെപ്റ്റ് ഫോർ അറൌണ്ട് 5 minutes. ആൻഡ് ആഫ്റ്റർ ദാറ്റ് റീഫ്ലേറ്റ് ചെയ്തിട്ട് വി ക്യാൻ വെയിറ്റ് ഫോർ അറൌണ്ട് 2 minutes. ആഫ്റ്റർ ദാറ്റ് ഒരു 1 square inch ഓഫ് ദ ക്യൂബിറ്റൽ ഫോസയിൽ മോർ ദാൻ 10 പറ്റീക്ക ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ പോസിറ്റീവ് ട്യൂണിക്കേറ്റ് ടെസ്റ്റ്. After inflating for 5 minutes, in midway between the systolic BP and diastolic BP, we are deflating and wait for 2 minutes. Then, if there is a 1 square inch space more than 10 pаттики undengil, we can consider it as positive tunicate test. So that is an hemorrhagic manifestation. Thrombocytopenia less than 1 lakh, allengil or rise in the average hematocrit for age and sex more than 20% from the baseline aanu parayunnu. Appo adondu thanne നമ്മളൊരു പ്രൈമറി കെയർ ലെവലിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ അലോങ് വിത്ത് ദ അതർ ഇൻവെസ്റ്റിഗേഷൻസ് വി നീഡ് ടു സീ ദ ഹെമറ്റോക്രിറ്റ് ഓൾസോ. സോ ഹെമറ്റോക്രിറ്റ് ബേസ് ലൈൻ വി നീഡ് ടു നോ. ഓൺലി ദെൻ അതറിയാമെങ്കിൽ മാത്രമേ നമുക്കൊരു 20% ഇൻക്രീസ് ഫ്രം ദ ബേസ് ലൈൻ ഹെമറ്റോക്രിറ്റ് ഉണ്ടാവുന്നുണ്ടോ, സിവിയറിറ്റി ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഡെങ്കു ഹെമറേജിക് ഫീവർ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ഇതൊരു ത്രോംബോസൈറ്റോപീനിയേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഹെമറ്റോക്രിറ്റിന്റെ റൈസ് ആണ്. ഹെമറ്റോക്രിറ്റിന്റെ റൈസ് നമുക്ക് 20% അബോവ് ദ ബേസ് ലൈൻ ഉണ്ടെന്ന് അറിയണമെങ്കിൽ വി നീഡ് ടു നോ ദ ബേസ് ലൈൻ ഹെമറ്റോക്രിറ്റ് ഡ്യൂറിംഗ് ദ ഏർലി ഫേസ് ഓഫ് ഇൽനസ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രൈമറി കെയർ സെറ്റിംഗിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് OPD വിസിറ്റിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോൾ എവിടെ നിന്നായാലും വി ഹാവ് ടു ഡു ദ ഹെമറ്റോക്രിറ്റ് ഓൾസോ അലോങ് വിത്ത് അതർ ഇൻവെസ്റ്റിഗേഷൻസ്. അതുപോലെ തന്നെ നമ്മൾ ക്രിട്ടിക്കൽ ഫേസിൽ ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു ഫാക്ടർ ഹെമറ്റോക്രിറ്റ് ഇംപ്രൂവ്മെന്റ് അലോങ് വിത്ത് ദ സിംറ്റം ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഫേസിൽ ഇഫ് ദർ ഇസ് എ 20% ഡ്രോപ്പ് ആണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ, ഹെമറ്റോക്രിറ്റ് ഡ്രോപ്പ് ആണ് ഉണ്ടാകുന്നത്, ദാറ്റ് ഇസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഒക്കൾട്ട് ബ്ലീഡിംഗ് ഒക്കറിംഗ് ഇൻസൈഡ് ദ ബോഡി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഇസ് ഓൾസോ ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഡെങ്കു ഹെമറേജിക് ഫീവർ. സോ ഹെമറ്റോക്രിറ്റ് റൈസ് ചെയ്യുക എന്നുള്ളതും ഹെമറ്റോക്രിറ്റ് ഫോള് മോർ ദാൻ എക്സ്പെക്ടഡ് വരിക എന്നുള്ളതും ഇൻഡിക്കേറ്റർ ഓഫ് ഡെങ്കു ഹെമറേജിക് ഫീവർ ആണ്. ആൻഡ് ഓൾസോ signs like seepage of fluid out from the intravascular space, that like pleural effusion varia, ascites varia, and hypoproteinemia varia, that indicator of development of dengue hemorrhagic fever ആണ്. So along with these features, if there is dengue shock ഉണ്ടെങ്കിൽ we will consider it as a dengue shock syndrome. So dengue shock എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടു വിധത്തിൽ പറയാം. ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു ലെസ് ദാൻ BP ലെസ് ആയിട്ട് ഷോക്ക് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അലോങ് വിത്ത് പ്രിസർവ്ഡ് BP ഒരു നാരോ പൾസ് പ്രഷർ ഉണ്ടാവുക. ഒരു പേഷ്യന്റിന് സിസ്റ്റോളിക് BP ഓഫ് 100 ആൻഡ് ഡയസ്റ്റോളിക് BP ഓഫ് 90 ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ നാരോ പൾസ് പ്രഷർ ആണ്. അപ്പം ഒരു സിസ്റ്റോളിക് BP 120 ആൻഡ് ഡയസ്റ്റോളിക് BP 80 ഉള്ള ഒരു പേഷ്യന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ആദ്യം പറഞ്ഞ പേഷ്യന്റിന് ദർ ഇസ് എ നാരോ പൾസ് പ്രഷർ. ഇറ്റ് ഇസ് ആൻ ഇൻഡിക്കേറ്റഡ് ദാറ്റ് ദർ ഇസ് എ കോമ്പൻസേറ്റഡ് ഷോക്ക് ആണ്. അപ്പോൾ കോമ്പൻസേറ്റഡ് ഷോക്ക് ഓൾസോ വിൽ ലീഡ് ടു ഡെങ്കു ഷോക്ക് സിൻഡ്രോം ലേറ്റർ. Along with that, examination called clammy skin, restlessness, ഇതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെങ്കു ഷോക്ക് സിൻഡ്രോം ആണ്. ഇപ്പൊ റെസ്റ്റ്ലെസ്നെസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്മുടെ ഫെബ്രൈൽ സിൻഡ്രോംസിൽ റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ ഒരു ക്ലൗഡിനെസ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ടിഷ്യൂ ഹൈപ്പോക്സിയ. ഇപ്പൊ ടിഷ്യൂ ഹൈപ്പോക്സിയ ക്യാൻ ഒക്കർ ഇൻ ARDS അല്ലെങ്കിൽ ഒരു കോമ്പൻസേറ്റഡ് ഓർ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഷോക്കിൽ തന്നെ ടിഷ്യൂ ഹൈപ്പോക്സിയ ഉണ്ടാകാം. And tissue hypoxia long term നിന്ന് കഴിഞ്ഞാൽ that can lead to organ damage and can lead to expanded dengue syndrome. Expanded dengue syndrome എന്ന് വെച്ചാൽ mild or severe organ involvement usually found in dengue hemorrhagic fever or dengue shock syndrome. Long lasting ആയിട്ടുള്ള hypotension ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ expanded dengue syndrome ഉണ്ടാകും. Expanded dengue syndrome CNS encephalopathy, encephalitis, seizures, IC bleed എല്ലാം ഉണ്ടാകാം. GIT hepatitis, hepatic failure, calculus cholecystitis, pancreatitis ഉണ്ടാകാം. In kidney there can be acute renal failure, hemolytic uremic syndrome and acute tubular necrosis. In CVS also there can be cardiac arrhythmias, cardiomyopathy, myocarditis and effusion. Respiratory system, most prominent thing is ARDS. And IL there can be conjunctival bleed or macular hemorrhage and visual impairment. So if in the severe dengue syndromes, expanded dengue syndromes, if there is hepatic damage ഉണ്ടെങ്കിൽ തന്നെ prognosis 50% bad ആണ്. If there is hepatic and renal involvement ഉണ്ടെങ്കിൽ then again only 10% prognosis ഉള്ളൂ. And if there is hepatic and renal involvement along with the shock and ARDS ഉണ്ടെങ്കിൽ
the prognosis very bad. So we need to address all these factors while we are treating dengue fever. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോബബിൾ ഡെങ്കു എന്ന് വെച്ചാൽ ഒരു കേസ് സെനാറിയോ കറക്റ്റ് സെനാറിയോയിലുള്ള ഒരു പേഷ്യന്റ് വന്നാൽ പ്രോബബിൾ ഡെങ്കു ആയിട്ട് കണക്ക് കൂട്ടാം. ആൻഡ് ഒരു നമ്മുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വീക്കിൽ പോസിറ്റീവ് ആവുന്നത് യൂഷ്വലി NS1 ആന്റിജൻ പോസിറ്റീവ് ആണ്. NS1 പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കൺഫേം ഡെങ്കു ഫീവർ ആയിട്ട് എടുക്കാം. കാപ്പിലറി റീഫിൽ ടൈം നമുക്ക് നെയിൽ ബെഡിൽ നോക്കാം, അല്ലെങ്കിൽ കാപ്പിലറി റീഫിൽ ടൈം വി ക്യാൻ സീ ഇൻ ഡെങ്കു സിൻഡ്രോം. ഇതൊരു ഫ്ലഷിംഗ് ആണ്. ഇതൊരു മാനേജ്മെന്റ് ഓഫ് ഡെങ്കു ഫീവർ ഇൻ ദ പ്രൈമറി ഹെൽത്ത് കെയർ സെറ്റിംഗിൽ ഫസ്റ്റ് ഡേ ഓഫ് ഫീവറിൽ പേഷ്യന്റ് വരുമ്പോൾ ഡീറ്റെയിൽ ഹിസ്റ്ററി ടു ബി ടേക്കൺ ആൻഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ നമുക്ക് പൾസ്, BP, ടാക്കിക്കാർഡിയ ഉണ്ടോ എന്ന് നോക്കണം. റിലേറ്റീവ് ടാക്കിക്കാർഡിയ ഇസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് മയോകാർഡൈറ്റിസ്. അതുപോലെ ടാക്കിപ്നിയ, എയർലി പ്രീ റണ്ണർ ഓഫ് ARDS. നാരോ പൾസ് പ്രഷർ, ഇറ്റ് ഇസ് എ പ്രീ റണ്ണർ ഓഫ്, it is an indicator of compensated shock and it is a pre-runner of dengue hemorrhagic fever and shock syndrome. There can be rash, mucosal bleeding undo, hepatomegaly and clinical evidence of pleural effusion and ascites, indicators of interstitial fluid accumulation. Okay, and bedside test to be done are tourniquet test. Tourniquet test already ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു. Capillary refilling time usually നമുക്ക് nail buds നോക്കാം. nail buds നോക്കുമ്പോൾ if the capillary refilling time is more than 3 to 4 seconds, it is important indicator ആണ്. And we can see for CBC. Along with CBC, important thing is first visit we need to see the hematocrit and baseline platelet counts. And diagnosis can be mild dengue fever, moderate dengue or severe dengue fever. Okay, management എന്ന് പറഞ്ഞാൽ if the patient is stable and orally accepting ആണ്, hematocrit is normal ആണ്, and patient should be advised plenty of oral fluids, paracetamol, SOS and warning signs explanation along with avoidance of NSAIDs and steroids. Then ഇങ്ങനത്തെ പേഷ്യൻസിനെ നമുക്ക് ഹോം മാനേജ്മെന്റ് ഡിസ്ചാർജ് ചെയ്യാം. ഇങ്ങനത്തെ പേഷ്യന്റിനോട് നമ്മൾ റെഡ് ഫ്ലാഗ് സൈൻസിനെ കുറിച്ച് അഡ്വൈസ് ചെയ്യുകയും if there is any red flag signs like tachycardia or tachypnea, palpitations or tachypnea, patient should come back to, or hemorrhagic manifestations ഉണ്ടെങ്കിൽ patient should come back to OP for referral to a higher center. If the HB and hematocrit is increasing, then and BP and blood pressure are normal, then management എന്ന് പറഞ്ഞാൽ fluid resuscitation അവിടെ തുടങ്ങണം. That is a starting of critical phase. അപ്പോൾ critical phase എന്ന് വെച്ചാൽ usually start ചെയ്യുന്നത് patient will be extremely tired ആയിരിക്കും. Usually leukopenia ഉണ്ടാവുമെന്ന് പറഞ്ഞു. Leukopenia will reach the nadir, and along with that there will be rapidly falling thrombocyte, rapidly falling platelet count and elevated hematocrit, and that is an indicator of the critical starting of critical phase. Critical phase if the patient shock illa ennundengil we can manage with manage initially with the 6 ml per kilogram per hour of crystalloids. That can be continued for 1 to 2 hours. 1 to 2 hours continue ചെയ്ത് കഴിഞ്ഞിട്ട് we need to again check the hematocrit. Again, not the platelet, it is a hematocrit to be checked. So നമുക്ക് initial management critical phase if the patient is not having hypotension, then 6 ml per kg per hour fluids മതിയാകും. That is for 2 hours continue ചെയ്യുക. Then after 2 hours we can check again, repeat hematocrit. അപ്പോൾ repeat hematocrit improvement കാണിക്കുന്നുണ്ടെങ്കിൽ we can fall back to maintenance fluids like 3 ml per kg per hour or 1.5 ml per kg per hour. We can fall back and we can continue this up to 48 hours. Again, if the patient is having a dengue, hemorrhagic fever or shock, then we need to give crystalloids at a higher rate, that is 10 to 20 ml per kilogram crystalloids, and that should be given as a bolus and then again continued for 1 to 2 hours. Then if there is no improvement in the hematocrit, we need to continue the crystalloids, and if the patient is developing fluid overload symptoms while giving crystalloids and if the patient is not improved, we can use colloids. If there is persistent hypotension, oliguria, altered sensorium, active bleeding and rapidly falling hematocrit, we can shift the patient to a higher center. So the importance of rapidly falling hematocrit by giving fluids, crystalloids in the dengue critical phase of dengue fever or dengue hemorrhagic fever
we are expecting to improve, we are expecting an improvement in the hematocrit along with an improvement in the clinical scenario, that is symptomatology of the patient. If the symptomatology is not improving, but the hematocrit is falling, it is an indicator of internal bleeding, focal bleeding, and in this situation, we may need to give blood transfusion. Then the indications for platelet transfusion are: one is thrombocytopenia with hemorrhage, and if there is platelet count less than 10,000, we can give, in the absence of bleeding manifestation, we can give prophylactic platelet transfusion. But this prophylactic platelet transfusion may not be given if the platelet count is more than 10,000, because the important indicator for hemorrhage is not the platelet count; it is the time of time in which patient spend in shock. The shock patient കിടക്കുന്ന time ആണ്, it is an important indicator of bleeding എന്ന് പറയുന്നത്, more than platelet counts. And if there is rapidly falling hematocrit, we may need to give packed cell transfusion or FFP. And whole fresh blood transfusion, there is no role, and also there is no role for corticosteroid management. Corticosteroids are indicated only for complications like macrophage activation syndrome. Then if there is no tachycardia or other warning signs, patient can be discharged for domiciliary management. And admission criteria: this persistent high-grade fever, impending circulatory failure that you already said, tachycardia, postural hypotension, narrow pulse pressure, which is an indicator of compensated shock, increased capillary refilling time more than 3 to 4 seconds in these settings, or other neurological abnormalities like restlessness, seizures, excessive crying in pediatric case, etc. We need to admit the patient. And discharge criteria is absence of fever for at least 24 hours without the use of antipyretics. There is no respiratory distress or pleural effusion, ascites or IRDS. There is platelet count is improving with a value of more than 50,000 at least. Return of appetite, good urine output, and a minimum of 2 to 3 days after recovery from the shock and visible clinical improvement, we can discharge the patient. Monitoring in a patient with the serial bleeding manifestations, we need to check hematocrit along with the platelet count. We need to check the hematocrit also. That should be checked daily until temperature is normal for at least 2 days. In all patients, blood sample to be taken within 5 days of fever, and a convalescent sample should be taken within 6 to 30 days to confirm the diagnosis, and patient treated at home. Ensure advice regarding the danger signs and consider repeat clinical evaluation. Thank you. സാറേ, ശ്രീജിത്ത് സാറ് നല്ല ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അടുത്ത് ഡെങ്കി, ലെപ്റ്റോസ്പൈറോസ്, സ്ക്രബ് ടൈഫസ് പറ്റി നമുക്ക് ഓൾറെഡി ക്ലാസ് എടുത്തു തന്നു. അപ്പോ ബേസിക്കലി എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. പീഡിയാട്രിക് ആസ്പെക്ട് എന്ന് പറയുന്നതിൽ വലിയൊരു ഡിഫറൻസ് ഇല്ല. സോ ഐ വിൽ ട്രൈ ടു സമ്മറൈസ് മൈ പാർട്ട് ഓഫ് ദ പ്രസന്റേഷൻ ഇൻ 5 minutes. അതിനകത്തുള്ള എക്സ്ട്രാ ടേക്ക് ഹോം പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ട് നമുക്കങ്ങ് നിർത്താം. പീഡിയാട്രിക് ആസ്പെക്ട് ബേസിക്കലി മാനേജ്മെന്റ് എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഞാനൊരു 5 minutes or something I'll just summarize. Okay, കാണാമല്ലോ അല്ലേ? കേൾക്കാമോ സാറ്? കേൾക്കുന്നുണ്ട്. സ്ക്രീൻ വന്നില്ല. എന്റെ സൂം അവിടെ ഓക്കെ സാറേ. ശരി, ഞാൻ ഇടയ്ക്ക് അത് അറിയാതെ ക്ലോസ് ആയിപ്പോയി. ഇപ്പൊ കണ്ടല്ലോ അല്ലേ? ഓക്കെ.
വരുന്നുണ്ട്. ഷെയർ സ്ക്രീൻ വരുന്നു. സ്ക്രീൻ ആയില്ല. വന്നു. ഇതെല്ലാം ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് കൂടുതലൊന്നും ലെപ്റ്റോസ്പൈറോ ഓൾറെഡി മാഡം എപ്പിഡെമിയോളജി എല്ലാം പറഞ്ഞു. ഇതിനകത്ത് എക്സ്ട്രാ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ടേക്ക് ഹോം പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ടുണ്ട്. അതിലത്തൊരു എക്സ്ട്രാ പോയിന്റ് എനിക്ക് എടുത്തു പറയാനുള്ള ലെപ്റ്റോസ്പൈറൽ നമ്മൾ പറയാൻ പോയ ഒരു കാര്യം, ലാർജ് പെർസെന്റേജ് ഓഫ് ദോസ് ആർ ഇൻഫെക്റ്റഡ് എസിംപ്റ്റമാറ്റിക്. നമ്മൾ ഇതിനകത്ത് കുറച്ച് പേരെ മാത്രമേ ഡിറ്റക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിനെക്കാട്ടിലും ഒത്തിരി ശതമാനം ആൾക്കാർക്ക് ഡിസീസ് ഉണ്ട്, ഏസിംപ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ഇടയിൽ നടക്കുന്നു എന്നുള്ളത്. അതിനകത്ത് കുറച്ച് പേര് മാത്രമാണ് സിംപ്റ്റമാറ്റിക് ആയിട്ട് വരുന്നത്. അതിനകത്ത് തന്നെ 2 ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ സിൻഡ്രോം ഓൾറെഡി സാർ പറഞ്ഞു. ആനിക്ട്രിക് ടൈപ്പ് ഉണ്ട്, ഇക്ട്രിക് ടൈപ്പ് ഉണ്ട്. പീഡിയാട്രിക് ആസ്പെക്ടിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആനിക്ട്രിക് വെച്ചാൽ വീൽ സിൻഡ്രോം കുഞ്ഞുങ്ങളുടെ ഇടയിൽ അത്രയും കോമൺ അല്ല. ഈ ലെപ്റ്റോസ്പൈറ കുട്ടികൾക്ക് വരുമ്പോൾ കുറച്ച് വലിയ കുട്ടികളാണ്. ഒത്തിരി കുഞ്ഞു കുട്ടികൾ ലെപ്റ്റോസ്പൈറ കാണുന്നതും കുറവാണ്. കുറച്ചൊരു ഓൾഡർ ചിൽഡ്രൻ ഓർ അഡോളസൻസിലാണ് കൂടുതലും കാണുന്നത് കൂടുതൽ ആനിക്ട്രിക് വെറൈറ്റിയാണ്. ഈ ജോണ്ടിസ് വന്നിട്ടുള്ള ലെപ്റ്റോസ്പൈറ കുട്ടികളിൽ കുറവാണ്. കൂടുതലും നമ്മൾ സ്ക്രീൻ പോയല്ലോ. കേൾക്കാമോ? കേൾക്കാം പറയും. ഓക്കെ ഞാൻ ജസ്റ്റ് ഷോർട്ട് ആയിട്ട് പറയും. ആകെ പറയാനുള്ള കുട്ടികൾക്ക് ജോണ്ടിസ് ഉള്ള വീൽസ് ഡിസീസ് കാണുന്നത് ഭയങ്കര കുറവാണ്. ആനിക്ട്രിക് ആയിട്ടുള്ള ലെപ്റ്റോസ്പൈറയാണ് കുട്ടികളിൽ കാണുന്നത്. നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ തന്നെ ഐഡന്റിഫൈ ട്രീറ്റ് ചെയ്താൽ ആ സെക്കൻഡ് ഫേസ് ഇമ്മ്യൂൺ ഫേസിൽ വരുന്നതിന് മുമ്പ് ട്രീറ്റ് ചെയ്ത് കോംപ്ലിക്കേഷൻസ് വരാതെ ഇവരെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, നമ്മളിവിടെ സാധാരണ പബ്ലിക് ഹെൽത്തിൽ വിട്ട് ചെയ്യുന്നത് ലെപ്റ്റോ IgM എലൈസയാണ്. ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇമ്മ്യൂൺ ഫേസിൽ ഏത് കിട്ടത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ 7 ദിവസം നമുക്ക് ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ട് ഇവർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനീഷ്യൽ ഫേസിൽ ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ക്ലിനിക്കൽ സിനേറിയോയും ഡോക്സിസൈക്ലിൻ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കൊടുക്കണം. ഹലോ, ഓക്കെ, ജസ്റ്റ് ഒരു എക്സ്ട്രാ പോയിന്റ് പറയാനുള്ള, ഈ ഡോക്സിസൈക്ലിൻ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന 8 ഇയേഴ്സിന്റെ മുകളിലേ കൊടുക്കൂ എന്നാണ്. പക്ഷെ റീസെന്റ് സ്റ്റഡീസ് പറയുന്ന 2 ഇയേഴ്സ് വരെയും ഡോക്സിസൈക്ലിൻ കുട്ടികൾക്ക് സേഫ് ആയിട്ട് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. എന്നാലും പലരും അസ്ട്രോമൈസിൻ തന്നെയാണ് കുട്ടികളിൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ദർ ആർ സ്റ്റഡീസ് ദാറ്റ് സേ ദാറ്റ് ഒരു 2 ഇയേഴ്സ് വരെ ഡോക്സിസൈക്ലിൻ കൊടുക്കാമെന്ന് പുതിയ പഠനങ്ങളുണ്ട്. കുട്ടികളിൽ കൂടുതലും പിള്ളേർക്ക് അസിത്രോമൈസിൻ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. 10 mg/kg for 1 day followed by 5 mg/kg for the remaining 6 days.
മാറ്റി മറ്റേ ഫ്ലഡ് വന്നപ്പോൾ 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഡോക്സിസൈക്ലിൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. 2 വയസ്സിന് താഴെ അസിത്രോമൈസിൻ. ഓക്കെ, ഇനി ഡെങ്കി എല്ലാം കവർ ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് ഇനിയും ഇതെല്ലാം ഒന്നും കൂടെ കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം കാണത്തില്ല. ഓക്കെ, ആദ്യത്തെ 5 ദിവസം ഡെങ്കിയിൽ NS1 ആന്റിജൻ ആണ് ഇത്. 5 ദിവസത്തിന് ശേഷം IgM ടെസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഇവിടെ പബ്ലിക് ഹെൽത്ത് ലാബിൽ NS1 ചെയ്യുന്നുണ്ട്, IgM എലൈസയും ചെയ്യുന്നുണ്ട്. IgG അത്രയും ചെയ്യുന്നില്ല. ഡെങ്കിയിൽ ഒരു എക്സ്ട്രാ പോയിന്റ് ഞാൻ എടുത്തു പറയാനുള്ള, പീഡിയാട്രിക്സിൽ പ്രത്യേകിച്ച് മെഫ്റ്റാൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. സാർ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പാരസെറ്റമോൾ മതി. പാരസെറ്റമോൾ പനി കുറയുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സപ്പോസിറ്ററി വെക്കാം. സപ്പോസിറ്ററി കൺട്രോൾ ചെയ്യാവുന്ന പനിയേ ഉള്ളൂ. നമ്മൾ അങ്ങനെ പേടിച്ചാൽ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. ഓൾഡർ ചിൽഡ്രൻ ആണെങ്കിൽ മാത്രം പാരസെറ്റമോൾ IM കൊടുക്കുക. കൊച്ചു കുഞ്ഞുങ്ങളിൽ നമ്മൾ സാധാരണ ഇഞ്ചക്ഷൻ കൊടുക്കാറില്ല. പിന്നെ ഫിൽട്ടർ റീപ്ലേസ്മെന്റ് സാർ പറഞ്ഞു, ഓറൽ റീഹൈഡ്രേഷൻ ഇസ് ദ ബെസ്റ്റ്. നമുക്ക് ഈ കൊടുത്തി വന്നാൽ തന്നെ നോർമൽ സൈൻ കൊടുക്കുന്നത്. ബാക്കി ഫ്ലൂയിഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഈ സ്ലൈഡ് എല്ലാം ശ്രീജിത്ത് സാർ ഓൾറെഡി കവർ ചെയ്തതാണ്. ഈ മധുരം ഒന്നും കൂടെ വേണ്ട. ടൈഫസിനെ പറ്റി സാർ പറഞ്ഞു. ഓറിയൻഷ്യ സുത്സുഗാമോഷി ചിഗർ മൈറ്റ് അടിക്കുന്നത് കൊണ്ടുവരുന്നു. ഇതിനകത്ത് എക്സ്ട്രാ പോയിന്റ് ഈ പറഞ്ഞ 3 അസുഖങ്ങളിൽ നെംഫിഡിനോപ്പസ് പ്രോമിനന്റ് ആയിട്ട് കാണുന്ന അസുഖം സ്ക്രബ് ടൈഫസ് ആണ്. ഹെപ്റ്റോമെഗാലി, സ്പ്ലീനോമെഗാലി. നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ വയറൊന്നും ടച്ച് ചെയ്ത് ഫീവർ വരുന്ന ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്പ്ലീനോമെഗാലി, നെംഫിഡിനോപ്പത്തി ഇത് നോക്കണം എന്ന് എടുത്തു പറഞ്ഞു. പിന്നെ എസ്കാർ കണ്ടാൽ മാത്രമേ സ്ക്രബ് ടൈഫസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റൂന്നില്ല. The percentage of SCAR can vary from as low as 7% in certain studies to as high as 70%. അത് ഓരോ സ്റ്റഡിയിലും പല ശതമാനം പറയുന്നു. SCAR കിട്ടിയാൽ മാത്രം ഡയഗ്നോസ് ചെയ്യുന്ന അസുഖമല്ല. അത് SCAR എത്രയുണ്ട് അത്രയും ചിലർ റാഷ് മാത്രമായിട്ടും വരും. പാപ്പുലർ റാഷും ആയിട്ടും വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. ഇതെല്ലാം ഓൾറെഡി കവർ ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, റീസെന്റ് നമുക്ക് 2 ഡെത്ത് ഉണ്ടായിരുന്നു കേരളത്തിൽ ഒരു മാസത്തിനകത്ത് തന്നെ. 15 വയസ്സുള്ള ഒരു കുട്ടി ജൂൺ 9 ഡെത്ത് ഉണ്ടായി. 38-year-old വുമൺ ജൂൺ 12 ഡെത്ത് ഉണ്ട്. ഫസ്റ്റ് എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡി ചെയ്തപ്പോൾ ഈ ബാക്ടീരിയ ആ ഗേളിന്റെ പെറ്റ് ഡോഗിൽ ഐസൊലേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. സെക്കൻഡ് കേസിൽ ദേ കുഡ് നോട്ട് ഐഡന്റിഫൈ എ പർട്ടിക്കുലർ സോഴ്സ്. ഒരു കേസിൽ പെറ്റ് ഡോഗിൽ ഈ ഓറിയൻഷ്യൽ സുത്സുഗാമോഷി അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കോംപ്ലിക്കേഷൻസ് ഇതും പറഞ്ഞ പോലെ ഈ ആന്റിബയോട്ടിക് നല്ല റെസ്പോണ്ട് ചെയ്യുന്ന നമ്മൾ ഐഡന്റിഫൈ ചെയ്യാതെ കോംപ്ലിക്കേഷൻ സ്റ്റേജിലോട്ട് പോകുമ്പോൾ മാത്രമാണ് ഡെത്ത് ഉണ്ടാവുന്നത്. and the complications already sir പറഞ്ഞതാണ്. pneumonitis, meningoencephalitis, myocarditis അങ്ങനെ if untreated the case fatality can be as high as 11 to 33%. Here also the treatment of choice is doxycycline. Where doxycycline cannot be given, it is predominantly supportive man. അപ്പം ഓൾറെഡി സാർ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടാമത് ഇതെല്ലാം പറയുന്നില്ല. നേരം നമ്മൾ അപ്പം ലെപ്റ്റോസ്പൈറ, ഡെങ്കി, സ്ക്രബ് എന്ന അസുഖങ്ങൾ നേരത്തെ കുട്ടികളെ ആയാലും അഡൾട്ട് ആയാലും നേരത്തെ ഞാൻ പറഞ്ഞതാണ്. പ്രതീക്ഷിച്ചുകൊണ്ട് സാറേ നിർത്തട്ടെ. അരുൺ സാറേ. കേൾക്കുന്നുണ്ട്. കഴിഞ്ഞോ? ഹലോ ഡോക്ടർ സെമി, കേൾക്കാമോ? ഹലോ സാറേ നിർത്താം. ഞാൻ ജസ്റ്റ് കേൾക്കാം സാറേ, കേൾക്കാം. പറഞ്ഞ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞല്ലോ ഡോക്ടർ സെമി? കഴിഞ്ഞു സാർ, കഴിഞ്ഞു മതി. നമുക്കവിടെ ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടെ ഒന്ന് നോക്കിയാൽ കൊള്ളായിരുന്നു. അതൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്നൊരു റാറ്റ് ചത്ത് കിടന്ന വെള്ളം കൺസ്യൂം ചെയ്താൽ ഡോക്സിസൈക്ലിൻ, അത് നമുക്ക് ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയിൽ കൊടുക്കുന്ന പോലെ ഡോക്സിസൈക്ലിൻ ക്യാൻ ബി ഗിവൺ 5 days എന്നുള്ളതാണ്.
5 days 100 BD for 5 days കൊടുക്കാം എന്നുള്ളതാണ്. If you are giving antibiotics, ഇപ്പം കൺസ്യൂം ചെയ്ത വെള്ളം if it is boiled water cool ചെയ്ത് ഉപയോഗിച്ചാണെങ്കിൽ anyway leptospira ചത്തിട്ടുണ്ടാവും. പക്ഷെ still to avoid patients ആ ഒരു anxiety, it is better to give doxy for 7 days, doxy for 5 days, doxy BD for 5 days. പിന്നെ which other drug other than paracetamol to be given to control fever? അതെനിക്ക് തോന്നുന്നു പാരസെറ്റമോൾ തന്നെയല്ലേ ഉള്ളൂ. പാരസെറ്റമോൾ തന്നെയാണ് നമ്മൾ അവോയ്ഡ് NSAIDs ആണ് എല്ലാ ട്രോപ്പിക്കൽ ഫീവർ സിംറ്റംസിലും നമ്മൾ പരമാവധി പറയുന്ന അവോയ്ഡ് NSAIDs ആണ്. അപ്പം പീഡിയാട്രിക്സ് ടെക്സ്റ്റ് ബുക്കിൽ ശരിക്കും ആന്റിപയററ്റിക് എന്ന് പറഞ്ഞാൽ പാരസെറ്റമോൾ ആൻഡ് ബ്രൂഫൻ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ ബ്രൂഫൻ അങ്ങനെ കൊടുക്കാറില്ല, പാരസെറ്റമോൾ മാത്രം തന്നെ കൊടുക്കാറുള്ളൂ. അതെ, നമ്മൾ പാരസെറ്റമോളും സ്പഞ്ചിങ് ബാക്കി സപ്പോർട്ടീവ് മെഷേഴ്സേ ഉള്ളൂ. അപ്പം അത് ഫ്ലൂയിഡ് മാനേജ്മെന്റിന് അനീമിക് പേഷ്യൻസ് ഇഫ് നെസസറി ഇൻ ഡെങ്കു ഫീവർ. നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് മാനേജ്മെന്റ് ഓൺലി ഇൻ ആ ഒരു ക്രിട്ടിക്കൽ ഫേസിലേക്ക് പോകുന്ന സിവിയർ ഡെങ്കു ഉള്ള പേഷ്യൻസിന് മാത്രമേ യൂഷ്വലി ഈ അനീമിയ പേഷ്യൻസിന് പ്രശ്നമാകുന്ന ഒരു ഫ്ലൂയിഡ് മാനേജ്മെന്റ് ആവശ്യം വരുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് വന്നാൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് എ ഹൈ റിസ്ക് പേഷ്യന്റ് ആണ്. അപ്പം എനിവേ അത് ഫ്ലൂയിഡ് മാനേജ്മെന്റ് നമുക്ക് കൊടുത്തേ പറ്റൂ. പക്ഷെ ഫ്ലൂയിഡ് ഓവർലോഡ് സിംറ്റംസ് വരാനും സാധ്യതയുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഫ്ലൂയിഡ് മാനേജ്മെന്റ് അലോങ് വിത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇഫ് നീഡഡ് കൊടുക്കേണ്ടി വരും. First and second day fever, myalgia, headache symptoms, which all investigations needed. You can do first and second day fever investigations ചെയ്യണം നിർബന്ധമില്ല. We can give പക്ഷേ epidemiologically settings ഉണ്ടെങ്കിൽ we can give doxycycline. In our scenario we can give doxycycline. Again fever persisting ആണെങ്കിൽ we have to see for other complications like thrombocytopenia. And along during the first investigation itself we need to do hematocrit also if you are suspecting dengue fever. ഇതാണ് ചാറ്റ് ബോക്സിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓക്കെ സാർ, താങ്ക് യു. അപ്പോ നമുക്ക് ഇന്നത്തെ സെഷൻ മൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇനി ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട്, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ടോ? YFFP given prior to PRP in dengue. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്രിട്ടിക്കൽ ഫേസ് ഓഫ് ഡെങ്കു ഹെമറേജിക് ഫീവർ എന്നൊക്കെ പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിനേക്കാളും ഇമ്പോർട്ടന്റ് അതർ മൾട്ടി ഫാക്ടോറിയൽ ആണ്. അപ്പം ആ ഒരു ഷോക്ക്, പേഷ്യന്റ് ഷോക്കിൽ കിടക്കുന്ന അവേഴ്സ്, പേഷ്യന്റിന് ഉണ്ടാകുന്ന കൊയാഗുലോപ്പതി ബിക്കോസ് ഓഫ് എൻഡോത്തീലിയൽ ഡാമേജ് ഒക്കെ കാരണം ഉണ്ടാകുന്ന കൺസംഷൻ കൊയാഗുലോപ്പതി ഒക്കെയാണ് കോസ് ഓഫ് ബ്ലീഡിങ് യൂഷ്വലി ഉണ്ടാക്കുക. അതർ ദാൻ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമൽ ഇവൻ നോർമൽ റേഞ്ചിലാണ്, ഇവൻ ഹൈ ആണെങ്കിൽ പോലും പേഷ്യന്റ് ക്യാൻ ഡെവലപ്പ് ബ്ലീഡിങ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിൽ ടു അവോയ്ഡ് കൊയാഗുലോപ്പതി ആണ് നമ്മൾ FFP യൂഷ്വലി കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കുന്നത്. പപ്പായ എക്സ്ട്രാക്ട് റിയലി എഫക്റ്റീവ് ആണെന്ന് നമുക്ക് എവിഡൻസ് ഒന്നും ഇല്ല. And manage thrombocytopenia to wait and watch to support the patient with our supportive care, fluid resuscitation if required. ഒക്കെയാണ്. പപ്പായ എക്സ്ട്രാക്ട് കൊടുക്കുന്നതിന്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു ഡെങ്കുവിന്റെ വാർണിംഗ് സൈൻ ആയിട്ട് പറയുന്ന ഒരു പ്രശ്നമാണ് അബ്ഡോമിനൽ പെയിൻ ആൻഡ് റിക്കറന്റ് വോമിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇഫ് യു ആർ യൂസിങ് പപ്പായ എക്സ്ട്രാക്ട് അതല്ലെങ്കിൽ അതർ ടൈപ്പ് ഓഫ് മെഡിക്കേഷൻസ് ഉപയോഗിച്ചാൽ ദാറ്റ് ക്യാൻ കോസ് ഗ്യാസ്ട്രൈറ്റിസ് ആൻഡ് that may നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ബിക്കോസ് വെദർ ഇറ്റ് ഇസ് എ വാർണിംഗ് സൈൻ ഓർ വെദർ ഇറ്റ് ഇസ് ഡ്യൂ ടു ദിസ് ഡ്രഗ് ഇൻഡ്യൂസ് ഗ്യാസ്ട്രൈറ്റിസ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ബെറ്റർ നമുക്ക് പപ്പായ എക്സ്ട്രാക്ട് അവോയ്ഡ് ചെയ്യാണ് നല്ലത്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. എനിബഡി വാണ്ട്സ് ടു add anything, ask anything, please unmute and ask.
ഓക്കെ, ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെഷന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഇന്നത്തെ ഈ സെഷൻ വളരെ ബാബു സാർ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ലില്ല. താങ്ക് യു സർ. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് മാത്രമല്ല, ഇത് മൂന്ന് പേരും ചേർന്നിട്ടെടുത്ത ഒരു എഫേർട്ട് വളരെ അപ്രീഷ്യബിൾ ആയിരുന്നു. മാത്രമല്ല അത് മൂന്ന് പേരുടെയും ടോക്ക് വളരെ കോംപ്ലിമെന്ററി ആയിരുന്നു. ഒരാൾ പറയുന്നത് മറ്റൊരാളെ കറക്റ്റ് ആയിട്ട് അത് കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഒട്ടും ഓവർലാപ്പ് വരാത്ത രീതിയിൽ അവസാനം ഡോക്ടർ സിമി അത് നല്ല രീതിയിൽ സമ്മറൈസ് ചെയ്യുകയും പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയും ചെയ്തു. ആ രീതിയിൽ എല്ലാവർക്കും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും മൂന്ന് പ്രസന്റ് ചെയ്ത സരിത മാഡത്തിനും ഡോക്ടർ സെമിക്കും ഡോക്ടർ ശ്രീജിത്തിനും പ്രത്യേക അപ്രീസിയേഷൻ, താങ്ക്സ് എല്ലാം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കിന്ന് 140ഓളം പാർട്ടിസിപ്പൻസ് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. നമുക്ക് കഴിഞ്ഞ ദിവസവും നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, ഇന്നും അതുപോലെ തന്നെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ സൂം മീറ്റിംഗ്, ഈ പ്രോഗ്രാമിന്റെ റെക്കോർഡിംഗ് നമുക്ക് നമ്മുടെ KGMOA യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ അതുവഴിയും നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം വാച്ച് ചെയ്യാവുന്നതാണ്, ഇന്നത്തെ ഈ സെഷൻ വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് സെഷൻ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ സെഷന് വൈൻഡപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ സെഷനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് ഒരു നന്ദി കൂടെ പ്രകാശിപ്പിച്ച് അവസാനിപ്പിക്കാനായിട്ട് നമ്മുടെ KGMOA ജില്ലാ ട്രഷറർ രാമകൃഷ്ണൻ ബാബു സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ആക്ച്വലി ഡേ ടു ഡേ പ്രാക്ടീസിന് വേണ്ടുന്ന ഏറ്റവും നല്ല പോയിന്റ്സ് ആണ് നമ്മുടെ 3 സ്പീക്കേഴ്സും കൂടെ തന്നത്. സോ ഞാൻ അധികം നീട്ടുന്നില്ല. ഒരു വളരെ നല്ലൊരു താങ്ക്സ് ഫ്രം ഹാർട്ട് ഓഫ് മൈസെൽഫ് ആൻഡ് ഫ്രം Trivandrum district KGMOA team to Dr. Saritha madam, Dr. Simi and Dr. Sreejith. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക്സ് ടു each and all delegates presented today. And a special thanks to our president, Arun sir, and Bennett Sailum sir, Dr. Praveen, Pappan, and everyone. Thank you and good night. Thank you, sir. So let's end the session. Thank you. Good night. Thank you. Good night.